തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം. അപ്പൊ നമ്മുടെ കാര്യക്കാരെ ഞാൻ ആദ്യം തന്നെ സ്വാഗതം ചെയ്യുന്നു. നസീർക്ക, ഷാൽ ചേട്ടാ, പ്രസാദ് ചേട്ടാ, ഹലോ, വെൽക്കം. ആൻഡ് നമ്മുടെ ഇന്നത്തെ ഓഡിയൻസ്, ഹായ്, നമസ്കാരം, വെൽക്കം. അപ്പോൾ നമ്മുടെ കാര്യക്കാരും റെഡി ആണെങ്കിൽ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ ആദ്യ സ്കിറ്റിലേക്ക് കടക്കാം. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മനോജ് ചേട്ടൻ, രാജ്മോഹൻ ചേട്ടൻ ആൻഡ് സജി ചേട്ടൻ. യോഗം പുരാണം ഇതിലെല്ലാം പുലിവാളും കൊല്ലാത്തിൻ കാലം അത് ചൊല്ലാനും നാണം ഇനി എന്തെല്ലാം. എടാ, ഈ നേരം വിളക്കത്തിന് മുമ്പ് ഇവിടെ എവിടെ പോയി കിടക്കുവാടാ? ഈ നേരം വിളക്കത്തിന് മുമ്പ് പോകാൻ വേണ്ടി ഞാൻ കോടമഞ്ഞിനാണ് കല്യാണം കഴിച്ചത്. എന്റെ പൊന്നു ദൈവം തമ്പുരാനെ, ഇവിടെ ഒന്നും ഒരു ചൂടുവെള്ളം ഉണ്ടാക്കി തരാതെ ഇവിടെ എവിടെ പോയി കിടക്കുവാന്നുള്ളതാ. തപ്പി 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 എന്റെ ഊപ്പാട് തെറ്റി. നീട്ട് വരട്ടെ അവളെ. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറിയും ചുറ്റി മഞ്ഞൾ പ്രസാദം. എവിടെ പോയായിരുന്നു നീ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി അമ്പലത്തിൽ പോയതല്ലേ? എനിക്ക് വേണ്ടി അമ്പലത്തിൽ പോ. നീ എന്താ ഡൂപ്പാന്ന് തോടി? രാവിലെ തന്നെ നാക്കിൽ എണ്ണയും വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അതല്ല പറഞ്ഞത്, രാവിലെ അമ്പലത്തിൽ പോയെന്ന് തൊഴുത്. ഇതെന്തുവാ? ഇത് പ്രസാദ്. എന്തിനാ? എന്തിനാന്നോ? നിങ്ങളുടെ തെറ്റി ഇങ്ങോട്ട് കാണിച്ചേ. എന്തിനാ? ഇതങ്ങോട്ട് തൊട്ട് തരാം. നിങ്ങൾ ആരോഗ്യവാനായിട്ടിരിക്കണം. എനിക്ക് ആരോഗ്യത്തിനൊന്നും ഒരു കുഴപ്പമില്ല. ഇപ്പോഴും മുറുക്കും മുഷ്ടി പോലാണ് 75ാമത്തെ വയസ്സിൽ ഞാൻ നിൽക്കുന്നത്. അതിന് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും നിങ്ങൾ ആ നെറ്റി ഇങ്ങോട്ട് കാണിക്കാൻ, ഞാൻ തൊട്ട് തരാം. ആരോഗ്യമൊക്കെ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥന ഉണ്ടെങ്കിൽ നടക്കത്തു. ഒരു കുറി തൊട്ടതേ ഉള്ളു, അപ്പൊ ഉറി പോലെ കിടന്ന് ആടുന്നു. അതെന്താ സംഭവം അറിയോ? നീ എന്റെ തിലകസ്ഥാനത്താ തൊട്ടത്. എവിടെയാ തിലകസ്ഥാനം? തിലകസ്ഥാനം ഇവിടെ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവോ? പിന്നെ ഇത് ശംഖ് പുഷ്പം, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ എനിക്കറിയാം. ഞാനാണെങ്കിൽ 19 കളരിക്ക് അധിപനല്ലായിരുന്നു. സാധാരണ 18 കളരിയല്ലേ? ഞാൻ കളരി പഠിക്കാൻ പോയത് ഓണത്തിന്. അന്ന് ഓഫർ ഉണ്ടായിരുന്നു. 1.5 എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാ. ദൈവമേ, ഞാൻ അമ്പലത്തിൽ പോയി എന്തിനാണെന്നറിയാവോ? എന്തിനായിരുന്നു? നിങ്ങൾ ഇനി ഒരു 100 വർഷം സന്തോഷമായിട്ട് ജീവിക്കണം. എന്നെ മടക്കി അലമാരിക്കകത്ത് വെക്കാനാണ് 100 വർഷം കൂടെ ജീവിച്ചിട്ട്. എടി, പ്രായമായി വരുമില്ലേ? ഞാൻ ചൊക്കി ചൊങ്ങി. ഇനി എന്തിനാണ് ഈ പ്രാർത്ഥിക്കുന്നത്? എന്റെ ദൈവമേ, നിങ്ങൾ പ്രായമായി വന്നാലും ഞാൻ ഭാര്യയല്ലേ, അതിനുള്ള കടമ ഞാൻ ചെയ്യണ്ടേ? അതിനാണ് ഞാൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചത്. ആണോ? അങ്ങനെ പ്രാർത്ഥിക്കേണ്ട കാര്യത്തിന് പോകുന്ന കാര്യത്തിന് ഇവിടെ ഭർത്താവിന്റെ കാര്യം നോക്കിയിട്ട് വേണമായിരുന്നു പോകാൻ. രാവിലെ ഉണ്ടാക്കി ഒന്നും വെക്കാതെ ചാടിക്കറിയാണ് അമ്പലത്തിലോട് പോയത്. നിങ്ങൾക്ക് കൈയും കാലം ഒന്നും തളർന്ന് കിടപ്പില്ലല്ലോ. നിങ്ങൾക്ക് ഇച്ചിരി അരി എടുത്ത് അടുപ്പിലിട്ട് ചോറ് വെച്ചാൽ എന്തായിരുന്നു കുഴപ്പം? ആണുങ്ങളുടെ മേളിൽ പെണ്ണുങ്ങളുടെ ശബ്ദം ഉയരാൻ പാടില്ല. അത് എന്നോടല്ല, അവരോട് പറ. അവരാ ഉയർത്തി വെച്ചേക്കുന്ന ശബ്ദം. ആണോ? എന്റെ പൊന്നു മനുഷ്യ, ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം. എന്താ? ഞാൻ അമ്പലത്തിൽ പോയിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മുടെ സുമതിയെ കണ്ടപ്പോൾ അവള് പഴനിക്ക് പോകുന്നുണ്ടെന്ന്. അപ്പൊ ഞാനും അവിടെ കൂടെ പേര് കൊടുത്തിട്ടുണ്ട്, പഴനിക്ക് പോകാൻ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് 1008 പടി കയറി മുരുകനെ കാണണമെന്ന്. 1008 പടി കയറി മുരുകനെ കാണണമെന്ന്. അരയിഞ്ച് ചെരുപ്പിന്റെ പുറത്ത് വിളി കയറണമെന്നുണ്ടെങ്കിൽ ഞാൻ അട്ടക്കട്ട പിടിക്കണം. അന്നേരം ആ പടി കയറാൻ പോകുന്നത് നീ കഴിക്കാൻ എന്തിനും വെക്കടി പോയെന്ന്. കഴിക്കാൻ ഇവിടെ അരിപ്പൊടി ഉണ്ട്, അതുകൊണ്ട് ഞാൻ പുട്ടുണ്ടാക്കി തരാം. പുട്ട് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഞാൻ എന്തോ ഉണ്ടാക്കണം? എനിക്ക് ഇടിയപ്പം വേണം. പിന്നെ അതെനിക്ക് ഞെക്കിപ്പിച്ച് ചാടിക്കാൻ എന്നെ കൊണ്ടങ്ങ് വയ്യ. ഇപ്പൊ നീ ഞെക്കിപ്പിച്ച് എന്നെ ചാടിക്കുന്നുണ്ടല്ലോ, അതുപോലെ ഞെക്കിയാൽ മതി. അതുപോലെ ചാടും അത്. എന്തോ പറയാനാന്ന് പറയാം. എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് തർക്കുത്തരം മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, എനിക്ക് വീടും എന്റെ തറവാട് വരെ പോകണം. അതെന്തിനാ? അച്ഛൻ കിടപ്പില്ല, കൂടെ കിടക്കാനാണ് പോകണ്ടേ? അതല്ലെന്ന്, അച്ഛന്റെ അവിടെ ഇവിടെയൊക്കെ വേദനയാന്ന്. അവിടെ ഇവിടെ വേദന എല്ലാവരും പിടിച്ച് ഒരിടത്താക്കി വെക്കടി. അപ്പൊ ഒരിടത്തെ വേദന സഹിച്ചാൽ പോരാ ഇതിന്റെ അച്ഛന്. നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്റെ അച്ഛന്റെ മെക്കോട്ട് കയറുന്ന എന്തിനാ മനുഷ്യ? മെക്കോട്ട് കയറുപടി. എന്റെ അച്ഛൻ എന്താ ഒരു കുറവ്? മുടിയുടെ കുറവുണ്ട് തലയില്. മുടി പോയെങ്കിൽ സഹിച്ച് ഞാൻ അങ്ങനെ മുടി അങ്ങ് വെച്ച് പിടിപ്പിച്ചോളാം. എന്റെ അച്ഛൻ എത്ര വയസ്സായി? എന്റെ അച്ഛന് 92 വയസ്സായി. എന്റെ തെങ്ങ് പിടിപ്പിക്കേണ്ട പ്രായമായി. അന്നേരം ഉച്ച മുടി പിടിപ്പിക്കാൻ പോകുന്നത് വാങ്ങിക്കും കേട്ടോ. എന്റെ പൊന്നു മനുഷ്യൻ, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇങ്ങനെ എന്റെ അടുത്ത് എന്റെ മെക്കട്ട് കയറുന്ന എന്തിനാ? മെക്കട്ട് കയറുന്ന അടിച്ചിട്ട് ചെവിട്ടിയാൻ പറയും. പോയി ഒന്ന് അടിച്ചാൽ നിങ്ങൾ അടിച്ചാൽ ഞാനും അടിക്കും. ഞാൻ കളരി അടിക്കാൻ. നിങ്ങൾ കളരിയാണെങ്കിൽ ഞാൻ പഴയ കരോട്ടയാ. നീ എന്നെ അടിക്കും? അടിക്കും. അന്നാ നീ എന്നെ അടിക്കടി. അടിക്കടി നീ എന്നാ അടിക്കടി. അടിക്കല്ലേ? ഞാൻ തന്നെ അടിക്കാൻ. വേദനയ്ക്ക് ഭയങ്കര വേദന, ദേഹം മൊത്തം. അതുകൊണ്ട് അടിക്കരുത്. നീ ഇപ്പൊ എന്ത് ഉണ്ടാക്കാൻ നോക്കിയേ കോട്ടാ. പിന്നെ നമ്മുടെ സുമതിയുടെ മോടൊക്കെ 8. അപ്പൊ ഞാൻ ഗുരുവായൂർ പോകും, നിങ്ങൾ വരണ്ട. അന്ന് എന്നെ കൂടെ ഗുരുവായൂർ കൊണ്ട് എന്താ കുഴപ്പം? എന്തുവാ? കഴിഞ്ഞ മാസം ഗുരുവായൂർ തൊഴാൻ പോയിട്ട് എന്തുവായി? ഒരു പെങ്കൊച്ചിന്റെ കൈയും പിടിച്ച് നിങ്ങൾ ആ പഞ്ചായത്ത് മൊത്തം നടന്നില്ലേ? അയ്യോ, അതെ, എനിക്കത് അവസ്ഥ പറ്റി. ഞാൻ വിചാരിച്ചു നീ അഞ്ചില്ലേ ആ പെങ്കൊച്ചിന്റെ കയ്യെ കയറി പിടിച്ചത്. നിങ്ങളല്ലേ പറയുന്നത് എന്റെ കൈ പിടിച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലാവുമെന്ന്? അത് മനസ്സിലായി, അതുകൊണ്ടല്ലേ പിടിച്ചു നടന്ന ആ കൊച്ചിനെ. പപ്പടം പൊട്ടുന്ന പോലെ ശബ്ദം ഞാൻ കേട്ടല്ലോ. അത് പിന്നെ അറിയാതെ കൊണ്ടുപോയതാ അവരുടെ കയ്യെ. അത് മനസ്സിലായി. ഞാനിപ്പോ ഈ അടുത്ത ആലോചിക്കടി, 10 പിള്ളേരെ കിട്ടിയായിരുന്നെങ്കിലേ കളരി പഠിപ്പിക്കായിരുന്നു. ഒരു പയ്യനെ എങ്ങനെ വെച്ച് പഠിപ്പിക്കാൻ നോക്ക്. അതെന്താ? അതാകുമ്പോ ഒരുത്തന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്ന കണ്ടാൽ മതിയല്ലോ. 10 എണ്ണം കൂടെ എന്റെ മുമ്പിലിട്ട് നിങ്ങളെ തല്ലിക്കൊല്ലുന്ന ഞാൻ തന്നെ കാണണ്ടേ? 10 പേര് റൗണ്ടിൽ അടിച്ചാലും ഞാൻ പിടിച്ചു നിൽക്കും. പിടിച്ചു നിൽക്കും കമ്പേ. എന്തിനുണ്ടാക്കി തിന്നാൻ അങ്ങോട്ട് പോയി? ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്തെങ്കിലും പോയി ഉണ്ടാക്കി തരാം. നിങ്ങള് കുളിച്ച് വൃത്തിയായിട്ട് വാ തിന്നാ. ഞാൻ കുളിക്കാൻ പക്ഷേ വൃത്തിയാവത്തില്ല. എന്താ? അവിടെ ഇവിടെ കൈ എത്തത്തില്ല എനിക്ക്. എന്നാലും കുളിക്കുന്ന മടിയാന്ന് പറയരുത്. പോയി ഉണ്ടാക്കി കൊണ്ട് ഇത് പറഞ്ഞാലും ഉണ്ടാക്കും. ഞാൻ പോയി ഉണ്ടാക്കിക്കോളാം.
ഉണ്ടാക്കിക്കോളാം. എന്നിട്ട് പുറത്തോട്ട് പോകുന്നത് എന്റെ പ്രവർത്തനം എന്നിട്ട് പുറത്തോട്ട് പോകുന്നുണ്ടാക്കി എന്റെ പൊന്നു ദൈവമേ, ഇത് തന്നെ ആയിരിക്കണേ എന്റെ അച്ചാച്ചന്റെ അച്ചാമ്മേരും വീട്. ഓ, രാവിലെ ചോദിച്ചു പറഞ്ഞ് നടന്ന് തളർന്ന്. അതെ, ഞങ്ങൾ ഒരുമിച്ച് താമസമായിരുന്നു. 10-30 വർഷം മുമ്പേ ഇവർ രണ്ടരും കൂടി ഇവർക്ക് പ്രൈവസി ഇല്ല, ഇവർക്ക് ഒറ്റയ്ക്ക് താമസിക്കണം, സ്വാതന്ത്ര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നതാ. നാളെ ആണെങ്കിൽ ഞാൻ ഗൾഫിൽ പോകുന്നുണ്ട്. അച്ഛൻ ഒരേ നിർബന്ധം, അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ അനുഗ്രഹം വാങ്ങണമെന്ന്. അങ്ങനെ വന്നതാ. അന്വേഷിച്ചിടന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടി. ഇതായിരിക്കും. ഹലോ, ആരാ പഠിക്കല്? ഞാനാ പഠിക്കലേ. പെട്ടെന്ന് പാടി. നമ്മുടെ പഠിക്കല് നാനാ പടക്കർ വന്നിരിക്കുന്നത്. വാ, ഞാനാ പടേക്കറോ? നാനാ പടക്കറെ കറിവാ. നാനാ പടക്കർ എന്ന് പറഞ്ഞു ആരാ ഇത്? ഞാനാ പച്ച. ഞാനും പച്ച അവരുടെ മായിക അടിക്കാറുണ്ട്. ഞാൻ പച്ചാന്നല്ലേ പറഞ്ഞത്. ഞാനാ അപ്പച്ചാന്നാ പറഞ്ഞേ. പച്ചാന്ന് പറഞ്ഞ ആരടി ഇത്? കേട്ടിട്ടില്ല അങ്ങോട്ട്. എന്നെ മനസ്സിലായില്ലേ? സദാശിവൻ എന്ന് പറഞ്ഞൊരു മകനില്ലേ നിങ്ങൾക്ക്? ആ ഉണ്ട്. അയാളുടെ മൂത്ത മോനാ ഞാൻ, വിനുക്കുട്ടായി. ആ, അങ്ങോട്ട് മനസ്സിലാവുന്നില്ല എനിക്ക്. മൂക്കിനകത്തോട്ട് നോക്കി എങ്ങനെ മനസ്സിലാവും? മുഖത്തോട്ട് നോക്ക്. ബന്ധം പുതുക്കാൻ വന്നേക്കാ കൊച്ചമോനെ. അവള് പറഞ്ഞു വിട്ടായിരിക്കും അല്ലയോടാ? അച്ഛാമ്മ അങ്ങനെയൊക്കെ പറയുന്നത് എന്തോന്ന്? എനിക്കറിയാടാ. അവള് പറഞ്ഞു വിട്ടാതിന് ഞങ്ങൾ ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കുന്ന നിനക്ക് പിടിക്കുന്നില്ല അല്ലേ? അവക്കം പിടിക്കുന്നില്ല. എന്റെ പൊന്നപ്പച്ച, എന്തിനാ ഇത്രയും പിണക്കം? എന്തിനാ ഇങ്ങനെ പിണങ്ങി താമസിക്കുന്നത്? എന്തിനാണ് പിണങ്ങി താമസിക്കുന്ന പറഞ്ഞാ, അതായത് നിന്റെ അമ്മ എന്റെ മോന്റെ ഭാര്യ, അവളും ഇവളും തമ്മിൽ ചേരത്തില്ല, അതുകൊണ്ടാ. എടി, എന്റെ മോനുണ്ടല്ലോ, നിന്റെ അമ്മയെ കെട്ടിക്കൊണ്ട് വന്ന കാലത്ത് 2ാമത്തെ ദിവസം എന്റെ നൈറ്റി എടുത്ത് അവള് കിണറ്റിലിട്ട്. ഒരു നൈറ്റിയൊക്കെ എടുത്ത് വെള്ളത്തിൽ ഇട്ടാനാണോ ഇത്രയും പിണക്കം അച്ചാച്ചാ? ആ നൈറ്റിക്കകത്ത് ഇവളുണ്ടായിരുന്നു. ഇത് കൊള്ളാം. കുടിവെള്ളം മുടങ്ങിയത്. അന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ ഒന്ന് താമസിക്കാൻ വന്നതാ. ഇല്ലടി? അതെ. ശല്യം ചെയ്യാൻ വന്നേക്കോ കൊച്ചുമോനാന്ന് പറഞ്ഞോണ്ട്. അനുഗ്രഹം വേണം. എന്നിട്ട് അനുഗ്രഹിക്കണമെന്ന്. അപ്പച്ചാ, ഞാനൊരു പെണ്ണിനെ പോയി കണ്ടായിരുന്നു. ആ പെണ്ണിനാണെങ്കിൽ ഗൾഫിൽ ജോലി ചെയ്യണ ഒരാളെ മതി. അതുകൊണ്ട് ഞാൻ നാളെ ഗൾഫിൽ പോകും. അതിനെന്നെ അനുഗ്രഹിക്കണമെന്നാ ഞാൻ പറഞ്ഞു. ആ പെണ്ണിന് ചെറുക്കനല്ല ആവശ്യം, ഈന്തപ്പഴം നിന്നല്ല താല്പര്യം. ചുമ്മാ പോ അപ്പച്ചാ. ഞാൻ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ എന്നെ ഒന്ന് അനുഗ്രഹിച്ച് നിങ്ങളെ ഞാൻ നല്ല രീതിയിൽ നോക്കിക്കോളാം, നല്ല സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകും. അങ്ങനെയാണെങ്കിൽ നീ എന്നാടാ കൊച്ചാ ഗൾഫിൽ പോകുന്നത്? നാളെ പോകും അച്ചാമ്മേ. അങ്ങനെയാണെങ്കിൽ എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോകാം. എന്തിനടി? ഈ മനുഷ്യനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകത്തില്ലെന്ന്. എന്താ അപ്പച്ച ഇങ്ങനെയൊക്കെ? ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞോട്ടാ. ഞാൻ അവിടെ പോയി എല്ലാ കാര്യത്തിലും രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അച്ചാമ്മേ ഞാൻ എവിടെ വേണോ കൊണ്ടുവന്ന് എല്ലാ സ്ഥലവും കാണിക്കും. ഭയങ്കര സ്നേഹമുള്ള നീ ഗൾഫിൽ പോയിട്ട് കാശ കൊണ്ടാക്കി കഴിഞ്ഞിട്ടേ ഒരു ബ്ലിങ്കാവ് പണിയണം. ബ്ലിങ്കാവ്? മറ്റേ വലിയ കെട്ടിടം ഇല്ലയോ? ബംഗാവ്? അത് ഞാൻ പണി. അച്ഛൻ നിങ്ങളെ രണ്ടുപേരെ ഞാൻ അവിടെ കൊണ്ടുപോകാം. ഞങ്ങൾ രണ്ടുപേരെ അവിടെ കൊണ്ട് താമസിപ്പിക്കണം. നിങ്ങൾക്ക് മുറി ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഒരു ഭിത്തി പോരെ? ഭിത്തി താമസിക്കാൻ ഞങ്ങൾ പല്ലി തന്നു. ആഹാ, കൊള്ളാം. അച്ഛൻ ഞാൻ പോയിട്ട് വരുമ്പോൾ വർഷങ്ങൾ എടുക്കത്തില്ലേ? വർഷങ്ങൾ എടുക്കുമ്പോ നിങ്ങൾ പടമാവും. അപ്പൊ പിന്നെ 2 ആണിയിൽ തൂക്കാനല്ലേ ഉണ്ടാവുള്ളൂ. അങ്ങനെയുണ്ട്. നമ്മളെ കൊല്ലാൻ പറഞ്ഞു വിട്ടേക്കാ വായിക്കരിയിടാൻ. അവള് പറഞ്ഞു വിട്ടാലോടാ അരിവായിട്ട്. ചുമ്മാ ഞാൻ വന്നപ്പോ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയത്. ചുമ്മാ ആവശ്യമില്ലാത്തൊന്നും കയറി പിടിക്കല. ആവശ്യമില്ല. ഞങ്ങൾ അങ്ങ് ചാവുന്ന എന്റെ പ്രതീക്ഷ. നിങ്ങൾ ചുമ്മാ എന്താ നെഗറ്റീവ് പറഞ്ഞിട്ട് മാറി താമസിച്ച ഒരുമാതിരി. കാര്യം ഞാൻ പറയാം. ഇവൻ ഗൾഫിൽ പോകാൻ പോവാ. നിങ്ങളുടെ സകല കഴിവ് ഉപയോഗിച്ച് ഇവന്റെ ഗൾഫിൽ പോക്ക് മുടക്കണം. അച്ഛാ, ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. എന്താ? എനിക്ക് അനുഗ്രഹം തന്നെ, ഞാൻ അങ്ങ് പോകും. ഇല്ല, ഞങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞാൽ നീ അങ്ങനെ ഗൾഫിൽ പോകണ്ട. ഇല്ലേ? അതെ. നീ എങ്ങനെയാ ഗൾഫിൽ പോകുന്നത്? ഞാൻ ഗൾഫിൽ ഫ്ലൈറ്റിലാ പോകുന്നത്. ഫ്ലൈറ്റിലോ? ഓ, ഫ്ലൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അപകടമാ. ചുമ്മാ പോയിരുന്നു. അതൊക്കെ പണ്ട. ഇപ്പൊ അതിനുള്ള ആധുനിക സൗകര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല. ഫ്ലൈറ്റ് ഒക്കെ പൊട്ടിത്തെറിക്കുന്ന സാധനമാ. പൊട്ടിത്തെറിക്കൂ? പിന്നെ പണ്ട് ഞാൻ ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ ഹെലികോപ്റ്റർ ഇതിനകത്ത് പിടിക്കും പോകുന്ന സമയത്ത് ഈ ഫ്ലൈറ്റ് പൊട്ടിത്തെറിക്കും. ആണോ? പിന്നെ നീ പോകുന്ന ഫ്ലൈറ്റ് മിക്കവാറും പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. ചുമ്മാ അത് പറയല്ലേ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇരിക്കുന്ന ഭാഗം പൊട്ടത്തില്ല, അപ്പൊ ബാക്കി ഭാഗം പൊട്ടിത്തെറിച്ചു പോകും. അപ്പൊ വീഴത്തില്ലേ? അവിടെ ബുദ്ധി പ്രയോഗിക്കേണ്ടത്. എന്ത് ബുദ്ധി? നീ അവിടുന്ന് താഴോട്ട് കടലിലോട്ട് ചാടണം. നീ കടലിൽ ചാടാനാ? കടലിലോട്ട് ചാടണം. കടലിൽ ചാടാൻ എനിക്ക് നീന്താ അറിയത്തില്ല. നീ കടലിൽ വെള്ളത്തിൽ പോകത്തില്ലല്ലോ. പിന്നെ വെള്ളത്തിൽ പോകാൻ ചെയ്യും? അതിനു മുമ്പ് നിന്റെ പുറത്തൊരു സാധനം മുഴച്ചു വരും. പരുവാണോ? പിന്നെ പാരഷൂട്ട്. പാരച്ചൂട്ടിൽ ഞാൻ ഇങ്ങോട്ട് വന്നാണ്. പാരച്ചൂട്ട് ഇങ്ങനെ നിന്നെ അങ്ങോട്ട് പറത്തി പോകും. നിനക്ക് പാരച്ചൂട്ട് നിയന്ത്രിക്കാൻ അറിയാമോ? പാരച്ചൂട്ട് എനിക്ക് നിയന്ത്രിക്കാൻ അറിയത്തില്ല. നിയന്ത്രിക്കാൻ അറിയാതെ വരുമ്പോഴാണ് ഏറ്റവും വലിയ കുഴപ്പം ഉണ്ടാവുന്നത്. എന്താണെന്നറിയാമോ? അതിങ്ങനെ പറഞ്ഞ് ആമസോൺ വനാന്തരങ്ങൾ നിന്നെ കൊണ്ട് ചെല്ലും. ആമസോൺ വനാന്തരങ്ങളിലോ? അവിടെ ചെല്ലുമ്പോ ഒരു ദിനോസർ പൊങ്ങി വരും നിന്നെ കണ്ടോണ്ട്. ദിനോസറോ? അയ്യോ, ആ ദിനോസർ വരുമ്പോ ആ കുഞ്ഞുങ്ങളും കാണും കൂടെ. അപ്പൊ ആ ദിനോസർ നിന്നെ വിടുങ്ങാൻ വേണ്ടി വാ തുറക്കും. റൂം അന്നുകൊണ്ട് കയറി താമസിക്കരുത്. ആ ദിനോസർ നിന്നെ കയറി കഴിച്ചു പാറിക്കും. എന്നിട്ട് കുപ്പി തുടയും. അങ്ങനെ നിന്നെ കുടഞ്ഞു ഇല്ലാതാക്കി വെക്കൂല്ലേ? ഇല്ലാതാക്കത്തിന്നെ. അങ്ങനെ ഒത്ത് ഉടക്കിയിട്ട് പേടിച്ച് ദൂരെ നിൽക്കുക. ഇതിലെ പേടി കാരണം ഏതാണ്ട് ആയി തീർന്നതാ കേട്ടോ. ബിനുമോനെ, ഞാൻ ബിനുമോനല്ല, ഞാൻ ദിനോസറാണ്. ഞാൻ നിങ്ങളെ ഇപ്പൊ കടിച്ചു തിന്നും. എന്നെ കടിച്ചു തിന്നു. തമാശ
എന്റെ ദൈവമേ, എന്നെ കടിച്ചടി 18 കളരി ക്യാഷാനല്ലായിരുന്നോ? എന്നിട്ട് എന്തായിരുന്നു തടയാഞ്ഞത്? എടി ഭൂലോകത്താരന്റെ ദിനോസരമായിട്ട് കളരിപ്പറ്റി നടത്തിയിട്ടുണ്ടോ പൊട്ടി? യെസ് സജേട്ടാ, മനോജേട്ടാ, രാജ്മോഹൻ ചേട്ടാ, നമുക്ക് നേരെ കമന്റ്സിലേക്ക് പോയാലോ? ഓൾ റൈറ്റ്, സോ സ്റ്റാർട്ടിങ് വിത്ത് ഷാജേട്ടാ, പറയൂ. സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രതീക്ഷയുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അത്രത്തോളം ഹ്യൂമർ വർക്കായോ എന്നൊരു സംശയം തോന്നി. തുടക്കം ഭയങ്കര രസമായിരുന്നു, പിന്നെ കുറച്ച് ഏരിയ എവിടെയോ മനസ്സിലാവാതെ പോയ പോലെ ക്ലൈമാക്സ് എന്തൊക്കെയോ വിഷയങ്ങളെന്തോ കൺഫ്യൂഷനുള്ള പോലെ തോന്നി. പക്ഷേ 3 പേരും പെർഫോമൻസിൽ ഒരു രക്ഷയില്ലാത്ത ആർട്ടിസ്റ്റുകളാണ് 3 പേരും. അപ്പം അതുകൊണ്ട് നമ്മളിങ്ങനെ ഓരോ സെക്കൻഡും നമ്മൾ പ്രതീക്ഷയോടെ കൂടിയാണ് കാത്തിരിക്കുന്നത്. കൂടുതലായിട്ട് 3 പേരെയും നമുക്ക് ഇഷ്ടമാണ്, അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു ഷാജ് ചേട്ടാ. നസീറിക്ക, സത്യത്തിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു സ്ക്രിപ്റ്റ് അല്ല ഇത്. നിങ്ങളുടെ ഒരു കളി ലെവല് വേറെയാണ്. കാര്യം നമ്മൾ സൈലൻ്റ് ആയിട്ടാണ് കളിക്കുന്നെങ്കിലും അതിൻ്റെ അകത്ത് ഒരുപാട് ചിരിയുടെ ഏരിയകളുണ്ടാകും. ഇതിൻ്റെ അകത്ത് സൈലൻ്റ് ആയിട്ടാണ് കളി കിടക്കുന്നത്, പക്ഷേ ചിരിയുടെ ഏരിയ തീരെ കുറവാണ്. ആദ്യത്തെ ആ ഒരു പോർഷനേ ഉള്ളൂ എന്തെങ്കിലും നമുക്കൊന്ന് ചിരിക്കാനായിട്ടുള്ളൂ. പിന്നെ ചില ഇടയ്ക്കൊക്കെ 1-2 ഒക്കെ ആയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാണെന്ന് തോന്നുന്നു സംഭവം കണ്ടിട്ട്. അല്ല, മനോജിൻ്റെ മുഖത്തെല്ലാം കിടപ്പുണ്ട്. മനോജ് പെട്ടെന്ന് ഒരാൾ ഡിനോസർ ആകുക, അത് കടിക്കുന്നു പോകുന്നു, ക്ലൈമാക്സിലേക്ക് നമുക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റിയില്ല എന്താണ് ക്ലൈമാക്സ് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി അടുത്ത പ്രാവശ്യം നന്നായിട്ട് വരണം കേട്ടോ. 3 പേരും ആക്ടിങ്ങിൻ്റെ കാര്യത്തിൽ പിന്നെ നിങ്ങളെക്കുറിച്ചൊന്നും പറയേണ്ട, അതിൽ നിങ്ങൾ പക്കയാണ്. പക്ഷേ തിരഞ്ഞെടുക്കുന്ന സബ്ജക്റ്റുകൾ നന്നായിരിക്കണം. അവിടെയാണ് നമുക്ക് പാവപ്പിഴകൾ വരുന്നത്. അപ്പോൾ അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഇക്ക. പ്രസാദേട്ടാ പ്ലീസ്. രണ്ടുപേരും കൃത്യമായിട്ടുള്ള മറുപടി കൃത്യമായിട്ട് അതിനെപ്പറ്റി സംസാരിച്ചു. ഒരു ലോജിക്കില്ലായ്മയുണ്ട് ഇതിനകത്ത്. അതിൻ്റെ ക്ലൈമാക്സ് എന്താണെന്ന് സത്യം പറഞ്ഞാൽ പിടികിട്ടിയിട്ടില്ല. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പോർഷൻ ആദ്യത്തെ കുറച്ച് ഹ്യൂമറിൽ സാധാരണ നമ്മൾ മിമിക്രി കലാകാരന്മാർ പറയുമ്പോൾ ഉള്ള ഒരു പഞ്ചുണ്ടല്ലോ, ആ പഞ്ചിലല്ല ഇവർ വെറുതെ ലൈഫായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ പറഞ്ഞത്. അതൊരു സുഖമായിട്ട് തോന്നി, പക്ഷേ ആ ഒരു സുഖം അങ്ങോട്ട് പോയില്ല എന്നുള്ളേ ഉള്ളൂ. പെർഫോമൻസ് നന്നായിരുന്നു കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. അപ്പം എന്തായാലും നമുക്കിനി സ്കോർസിലേക്ക് പോകാം അല്ലേ? അതെ, നസീറിക്ക തന്നെ എന്നാ ഞാൻ ഐശ്വര്യമായിട്ട് ഒരു 7,000 രൂപ ഒരു തർക്കമില്ലാതെ കൊടുക്കുകയാണ്. ഓക്കെ, ഞാനും ഒരു 7,000 രൂപ തന്നെ കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഫൈനൽ വേർഡിക്റ്റ് അറിയാം. ഷാജേട്ടാ പ്ലീസ്. ബാക്കി സ്ക്രീനിൽ ഞാൻ തരാം. ഓക്കെ, 30,000 രൂപയാണ് ലഭിച്ചിരിക്കുന്നത്. കുഴപ്പമില്ല, നമുക്ക് ഇതിൽ നിന്ന് ഒരു മോട്ടിവേഷൻ എടുത്തിട്ട് അടുത്ത തവണ വന്നിട്ട് ഇവിടെ സിൽവർ പഞ്ച് അല്ലെങ്കിൽ ഗോൾഡൻ പഞ്ച്. ഓക്കെ ഗൈസ്, ഓക്കെ ബൈ, താങ്ക് യു. ഞാൻ ഇനി ഇങ്ങോട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ വളരെയധികം കത്തി നിൽക്കുന്ന 2 പേരെയാണ് വിളിക്കാൻ പോകുന്നത്. ഇവര് സെലിബ്രിറ്റീസ് ഒന്നുമല്ല, പക്ഷേ നമ്മുടെ കണ്ണൂർ അഴീക്കോടുള്ള KCBയിൽ വർക്ക് ചെയ്യുന്ന 2 ലൈൻമാൻമാരാണ്. അപ്പൊ അവരിങ്ങോട്ട് വിളിക്കുന്നതിന് മുമ്പ് ആ വൈറൽ വീഡിയോ നമുക്കൊന്ന് കണ്ടാലോ? യെസ്, വേറെ കണ്ടിരുന്നോ? 3 പേര് കണ്ടതാണല്ലേ? അപ്പൊ ഞാൻ അവരിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് അവരെ വിളിച്ചാലോ? സോ നമുക്ക് സ്വാഗതം ചെയ്യാം കണ്ണൂർ അഴീക്കോട് KCB ലൈൻമാൻമാരായിട്ടുള്ള പ്രസാദ് ഏട്ടനെയും സത്യൻ ചേട്ടനെയും. ചേട്ടൻ 2 പേരും നല്ല പിങ്ക് ഒക്കെ ഇട്ടിട്ടല്ലേ? ഇത് പ്ലാൻ ചെയ്തിട്ടതാണോ? അല്ല, നിങ്ങൾ രണ്ടുപേരും ഒരേ സ്ഥലത്ത് തന്നെയാ ജോലി ചെയ്യുന്നത്? അതെ, അഴീക്കോട്, കണ്ണൂർ അഴീക്കോട് സെക്ഷൻ. ഇതിൽ ആരാണ് പ്രസാദ്? പ്രസാദ് ഏട്ടൻ, അത് സജിച്ചേട്ടൻ. പ്രസാദിന് എന്റെ വക ഒരു ഹായ്. ആ അതെ, മറ്റേ പേരാണ് ഐശ്വര്യമുള്ള പേരാ. എല്ലാരും കലാകാരന്മാരാണോ പ്രസാദ് ഏട്ടാ? പ്രസാദ് എന്ന പേരുള്ളവര്. ഇത് ഇദ്ദേഹം നല്ലൊരു ഡാൻസർ. അത് ഗംഭീര ഡാൻസ് അല്ലായിരുന്നു? നമ്മൾ കണ്ടില്ലേ, അത് കണ്ടത്. അത് ബോക്സ് ഒക്കെ പുറകിൽ അത്ര ഓളത്തിൽ ഇട്ടിരിക്കല്ലേ, അപ്പൊ പിന്നെ തുള്ളിയെ പറ്റൂ. ഗംഭീര ഡാൻസ് ആയിരുന്നു. ഡാൻസ് അറിയോ? ഇല്ല, പഠിച്ചിട്ടില്ല. അന്നേരത്തെ ആവേശത്തിന് കയറി ചെയ്താണല്ലേ, അതങ്ങ് കയറി വൈറലായി. ഇത് വൈറലാകുന്ന ഓർത്തിരുന്നോ നിങ്ങള്? ഇല്ല.
പക്ഷെ സംഭവം കയറി അങ്ങ് കത്തി. അതൊരു ആ ഒരു ആവേശത്തിൽ അങ്ങ് കളിച്ചു പോയതാണെന്നല്ലേ? ഓക്കെ, അപ്പൊ ഇത് ഡാൻസർ, പ്രസാദേട്ടൻ ഡാൻസർ ആണെങ്കിൽ സജിചേട്ടനാണ് സിംഗർ. സജിചേട്ടാ അതെ അതെ. പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പാട്ട് അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല, ഇങ്ങനെ പാടുന്നേ ഉള്ളൂ. പക്ഷെ നല്ലൊരു വൈബ് ഉണ്ടായിരുന്നില്ലേ പാടിയതില്? അതാ പറഞ്ഞത്, വൈറലാകണമെന്നുണ്ടെങ്കിൽ എന്തേലും വൈബ് വേണം. കറക്റ്റ്. നിങ്ങളുടെ ഈ പെർഫോമൻസ് ഒന്ന് നമുക്ക് കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും. അതിനാണ് എല്ലാവരും കാത്തിരിക്കുന്നത് സത്യം പറഞ്ഞ. നമുക്കപ്പോ നേരെ പെർഫോമൻസിലേക്ക് പോവാം. സത്യൻ ചേട്ടാ റെഡി അല്ലേ? സെയിം പാട്ട് തന്നെയാണോ പാട് അതോ ഓക്കെ, ഫസ്റ്റ് ആ പാട്ട് തന്നെ പാടുന്നു. ഓക്കെ. രാവിൽ പൂന്തേൻ തേടും പൂങ്കാറ്റേ, പാടിപ്പാടാൻ നീയും പോരാമോ? അരിയങ്കാവിൽ വേല കഴിഞ്ഞു, ആവണിപ്പാടത്ത് പൂക്കൾ കൊഴിഞ്ഞു, ആറ്റിലാടുന്ന ആമ്പൽ പൂവിൻ്റെ തേന്നുകർന്നേവരാ, ചെല്ലപ്പൂ ചെണ്ടൊന്നു കൂടെ കൊണ്ടും തരാം. രാവിൽ പൂന്തേൻ തേടും പൂങ്കാറ്റേ, ആടിപ്പാടാൻ നീയും പോരാമോ? തീരത്ത് ചായുന്ന നറുപൂഞ്ചില്ല ഞാനൊന്നുലച്ചു, പൂമാരി പെയ്യുമ്പോൾ ആരിന്നാരാമമാകുന്നു രാവിൽ. തീരത്ത് ചായുന്ന നറുപൂഞ്ചില്ല ഞാനൊന്നുലച്ചു, പൂമാരി പെയ്യുമ്പോൾ ആരിന്നാരാമമാകുന്നു രാവിൽ. വെള്ളി നിലാവിൻ പെൺപട്ടു ചൂടും ആറിൻ പൂമണിമാറിൽ, അല്ലികൾ കൂമ്പിയ വെള്ളാമ്പൽ പൂവുകൾ പാതി പൂമിഴി നീട്ടുമ്പോൾ, നാടൻ കാറ്റിൽ നറുമണം ലാ 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 ലാ. രാവിൽ പൂന്തേൻ തേടും പൂങ്കാറ്റേ, ആടിപ്പാടാൻ നീയും പോരാമോ? ഡാൻസ് കളിച്ച് ക്ഷീണിച്ചോ പ്രസാദേട്ടാ? ചെറുതായിട്ട് അല്ലേ? എന്തൊരു എനർജി ആയിരുന്നു അല്ലേ? അടിപൊളി. ശരിക്കും ഇത് ഡാൻസ് പഠിച്ചിട്ടില്ല എന്ന് പറയുന്നത് വെറുതെ കേട്ടോ. എല്ലാം നല്ല ഒന്നാന്തര സ്റ്റെപ്പുകളായിരുന്നു, നല്ല താളമുണ്ട്. KSEB ആയതുകൊണ്ട് പവർ പാക്ഡ് ആയിരുന്നു. രണ്ടാമത്തെ കാര്യം, പ്രസാദേട്ടന് ഇടയ്ക്ക് മീനാക്ഷി അങ്ങോട്ട് വലിച്ചോണ്ട് പോയി ഷോക്ക് അടിപ്പിക്കാൻ കൊണ്ടുപോകണം. ഇനി നമുക്ക് സത്യൻ ചേട്ടന്റെ പാട്ടും കിടിലമായിരുന്നല്ലേ? ഗംഭീരം. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അല്ല, പാട്ട് അത്രയും നല്ലതായതുകൊണ്ടാണ് ഡാൻസ് അത്രയും നന്നായത്. കറക്റ്റ്. ഇത് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഓഫീസിൽ എങ്ങനെയായിരുന്നു? നിങ്ങളുടെ മറ്റുള്ള സഹപ്രവർത്തകരൊക്കെ നിങ്ങളോട് എങ്ങനെയായിരുന്നു? എല്ലാവരും നല്ല അഭിനന്ദിച്ചു. എന്ത് ഫംഗ്ഷൻ ആയിരുന്നു നിങ്ങളന്ന് വന്ന ഫംഗ്ഷൻ? റിട്ടയർമെന്റോ? വീട്ടിൽ കൊണ്ടുപോയാക്കണോ? പോലീസിലൊക്കെ ഉള്ള? ഓക്കെ. മൊത്തം ഷോക്ക് അടിച്ച പോലെ ആയിപ്പോയല്ലേ ഈ സാധനം വന്നു കഴിഞ്ഞപ്പോ ഓഫീസില്? ആരുടെ ഐഡിയ ആണ് ഈ സാധനം ഈ വീട്ടിൽ സെക്രട്ടറിയുടെ ഐഡിയ? ഓഹോ, അദ്ദേഹത്തിന്റെ പേര് അരുൺ. അപ്പൊ അദ്ദേഹത്തിനും ഒരു കയ്യടി കൊടുക്കും. ഗംഭീരമായി. ഈ പുള്ളിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വീടെത്തുമ്പോ കറണ്ട് പോകണം. ഇവരുടെ കയ്യിൽ ഈ പാട്ടല്ലാതെ ഇനിയും നമുക്ക് വേണ്ടിയിട്ട് പ്രസന്റ് ചെയ്യാനായിട്ട് അവരൊരു പാട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ പെർഫോമൻസ് കണ്ടാലോ? ഓക്കെ. ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ, രാഗം നീയല്ലേ, താളം നീയല്ലേ, എന്നാൽപ സംഗീത ശില്പം നീയല്ലേ,
ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ, രാഗം നീയല്ലേ, താളം നീയല്ലേ, എന്നാത്മസംഗീത ശില്പം നീയല്ലേ. മലയജ സുരഭില പുളകിത നിമിഷമിതേ, നീതാ മനസ്സിച്ച മധുഗണം അനുപമ രസലതികേ. വാ മലയജ സുരഭില പുളകിത നിമിഷമിതേ, നീതാ മനസ്സിച്ച മധുഗണം അനുപമ രസലതികേ. മധുവാദിനി മതിമോഹിനി ഏകാന്ത സ്വപ്നത്തിൻ തേരേറിവാ, എൻ മനസ്സിൽ പാനപാത്രം നീ നുകരാൻ വാ. നിൻ പുഞ്ചിരി തേൻ മഞ്ചരി വാ 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 സഖി വാ. ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ, രാഗം നീയല്ലേ, താളം നീയല്ലേ, എന്നാത്മസംഗീത ശില്പം നീയല്ലേ. എനിക്ക് ഒറ്റ കാര്യം മാത്രം പറയാനുണ്ട് കേട്ടോ. ഉടനടി നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ ചെന്നാൽ നല്ലൊരു സ്ഥലത്ത് പോയി സിനിമാറ്റിക് ഡാൻസ് പഠിക്കുക, അതുപോലെ നല്ലൊരു സ്ഥാപനത്തിൽ പോയി സംഗീതം പഠിക്കുക. കാരണം ഞാനൊരു കാര്യം പറയാം, കലാഭവനിൽ 60, 70, 75 വയസ്സ് പ്രായമുള്ളവർ തന്നെ വന്ന് ഡ്രംസിനും സിനിമാറ്റിക് ഡാൻസിനും ഒക്കെ ചേരുന്നുണ്ട്. അപ്പോൾ പ്രായം ഒരു നമ്പറേ അല്ല, നിങ്ങളങ്ങനെ ചിന്തിക്കണ്ട. ഉടനടി തന്നെ നിങ്ങൾ നാളെ ചെന്നാൽ ആദ്യം അത് ചേരുക. നിങ്ങളൊരു 5 വർഷം കഴിഞ്ഞാൽ ഗംഭീര ആർട്ടിസ്റ്റുകളായിട്ട് ഇവിടെ തന്നെ. എന്റെ വാക്കാ. അതൊരു കാര്യം അറിയോ, ഇവിടെ ഈ പാട്ട് പാടിയപ്പോ അപ്പോഴാണ് പ്രസാദേട്ടൻ ചോദിക്കുന്നത് ഉല്ലാസപൂത്തിരിയാണ്, അതായത് സ്പോട്ടിലാണ് സ്റ്റെപ്പ് ഫുള്ളും. ഇൻബോൺ ടാലന്റ്. അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും കാണാമെന്നുള്ള ഒരു പ്രതീക്ഷയില് നമുക്ക് ഇന്ന് ഇവിടെ നിന്ന് വിട വാങ്ങിയിട്ട് അടുത്തത് ഒരു ഗംഭീര ഐറ്റമായിട്ട് വീണ്ടും വരിക. അപ്പൊ പ്രസാദ് ചേട്ടാ, സത്യൻ ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഇനി എങ്ങനെ തിരിച്ച് ജോലിയിലേക്ക് ജോയിൻ ചെയ്യണം? നാളെ രാവിലെ ജോയിൻ ചെയ്യും. ലീവ് എടുത്തിട്ട് വന്നിരിക്കാം, നമുക്ക് പറഞ്ഞു വിട്ടേക്കാം അല്ലേ? തീർച്ചയായിട്ടും. അപ്പം എല്ലാവിധ വിഷസും നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡിയിലെ കിടിലോൽ കിടിലൻ ടീമാണ് ഇനി അടുത്തതായി ഈ വേദിയിൽ സ്ക്രിപ്റ്റ് അവതരിപ്പിക്കാനായിട്ട് വരുന്നത്. ഇവരെ നിങ്ങൾ എല്ലാവരും സ്നേഹത്തോട് കൂടിയിട്ട് SSS എന്ന് വിളിക്കും. യെസ്, അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം സെൽവരാജ് ചേട്ടൻ, ശംഭു ചേട്ടൻ ആൻഡ് ശ്യാം ചേട്ടൻ. ഹലോ, ആ സുമേ പറയടി. കല്യാണം കഴിച്ചിട്ട് ഞാൻ എന്തിനാ ഇവിടെ വന്ന് കറങ്ങുന്നതെന്നാ? എടി, നമ്മളെ അളിയൻ നമ്മളെ കല്യാണത്തിന് ഒരു ചരുവം പോഞ്ഞോണ്ട് വന്നില്ലേ? ആ ചരുവം തന്നെ പോഞ്ഞ അളിയന് കൊടുത്തെന്ന്. നീ പേടിക്കണ്ട, ഗിഫ്റ്റ് ഒക്കെ അങ്ങനെ പൊട്ടിക്കാറായി. അപ്പൊ വല്ലതും കിട്ടുമെങ്കിൽ കിട്ടട്ടെ. പിന്നെ നിന്റെ സഹോദരനാണ്, ഒരു ചുക്കും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചൂടിരുന്ന കുടിയളിയാ, എന്തിനാ ചുക്കാപ്പി എനിക്ക് എന്നാ? എന്റെ കല്യാണത്തിന് വന്നിട്ട് നിനക്കൊരു ചുക്കും തന്നില്ലെന്ന് നീ നാട്ടുകാരുടെ അടുത്ത് പറയരുത്. അതിനു വേണ്ടി തന്നിരുന്നു ചുക്കും കുക്കും കുക്കും. അളിയാ, പിന്നെ കല്യാണമൊക്കെ അടിപൊളിയല്ലായിരുന്നു അളിയാ? പിന്നെ അടിപൊളിയാ. സത്യ സൂപ്പർ അല്ലായിരുന്ന? പിന്നെ സൂപ്പർ ആയിരുന്നു. പെണ്ണിന്റെ വീട്ടുകാർ എങ്ങനെ ഉണ്ടളിയാ? അളിയാ, നല്ല ആൾക്കാരാണ്. പിന്നെ അളിയാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരു കല്യാണ വീടായിട്ട് ചടങ്ങായിട്ട് ഈ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് അലമാര കൊണ്ടിരുന്നത്, അതുകൊണ്ട് അലമാര കൊണ്ടുവരായിരുന്ന. അലമാര വേണ്ടെന്ന് പെണ്ണിന്റെ വീട്ടുകാരത്തെ ഞാൻ വിളിച്ചു പറഞ്ഞു. അത് മണ്ടത്തരമായി പോയി. മണ്ടത്തരമൊന്നും അല്ലളിയാ. പിന്നെ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ഒരു അലമാരയുടെ ആവശ്യം എനിക്ക് ഇവിടെ ഇല്ല. അത് എനിക്ക് അലമാര കൊണ്ടുവരാൻ വേണ്ടി ഞാൻ കുറ്റിമൂട്ടിലെ രഘുമാമന്റെ അടുത്ത് പറഞ്ഞു. കുറ്റിമൂട്ടിലെ രഘുമാമയല്ലേ, രഘുമാമ എനിക്കൊരു അലമാര കൊണ്ട് തരാന്ന് പറഞ്ഞു. എടാ, എന്തിനാണ് അവനെ ഈ കുടുംബത്തിൽ കയറ്റിയത്? ആ മരപ്പട്ടിയെ എനിക്ക് അവനെ ഇഷ്ടമല്ല ഒരിക്കലും. യോ, ഇങ്ങനെ ഒരു കിഴങ്ങനുണ്ടാ? എന്റെ രഘുമാമനെ പറഞ്ഞോണ്ടല്ലേ അങ്ങനെ എന്തോ ഇത് മരപ്പട്ടി നാറിയാണോ? അങ്ങനെയൊന്നും പറയരുത്. എന്റെ മാമൻ എന്റെ രഘുമാമനാണ് പറയരുത്. പോടാ നിന്റെ രഘുമാമൻ. രഘുമാമ എപ്പോ വന്നോ? അമ്മ ആദ്യത്തെ മരപ്പട്ടിക്ക് തന്നെ വന്നായിരുന്നു. ഇത് നമ്മുടെ പയ്യന്മാരായിട്ടോ. ഞാൻ ജംഗ്ഷനിൽ ഈ അലമാര കൊണ്ടുവന്നപ്പോ അവർ കൂടെ വെച്ച് പോകുന്നത്. സത്യം പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും രാത്രി എന്നെ സഹായിക്കാനായിട്ട് ഇടം വന്നതല്ലേ. നമുക്ക് ക്യാഷ് ആയിട്ട് എന്തെങ്കിലും ഗൂഗിൾ പേ ഉണ്ടോ? ഒരു ഹായ് വിട്ടോ, ഹായ് വിട്ടോ.
ഓക്കെ ഞാൻ സെറ്റ് ചെയ്തേക്കാം. ഓക്കെ കാണാം. ഓക്കെ സന്തോഷം. അമ്മർക്ക് എത്ര അയച്ചു കൊടുത്തത്? രാത്രിയല്ലേ, പൈസ ആയിട്ടൊന്നുമില്ല, ഒരു ഗുഡ് നൈറ്റ് അയച്ചു വിട്ട്. അടിപൊളിയാണ് മാറ, സൂപ്പർ അല്ലേ പറ. എന്നാലും കല്യാണമായിട്ട് മാമൻ രാവിലെ വരേണ്ടിരുന്ന സുരന്ധാപ്പച്ചും ഗോമതിയാപ്പച്ചും എല്ലാവരും മാമന്റെ കാര്യം തിരക്കിയത്. മാമ എവിടെയായിരുന്നു മാമ? എടാ അത് അലമാരടാ, ഇവിടെടാ മാമ, ഇഞ്ഞു വാടാ. മാമ ചിറ്റൊന്നും വന്നില്ലേ മാമ? നീ അതറിഞ്ഞില്ലേടാ? ഇല്ല. എടാ അവളങ്ങ് അമേരിക്കയിലല്ലേടാ? എന്റെ അടുത്ത് ആരാ പറഞ്ഞു അവൾ അമേരിക്കയിലാണ് ഒരു റഷ്യൻ പയ്യനെ കല്യാണം കഴിച്ചെന്തോ വിഷയമായി എന്നൊക്കെ പറഞ്ഞു? അതെ, റഷ്യക്കാരനായിട്ട് കല്യാണം കഴിച്ച ആകെ ഒരു വിഷയം നടന്നു. ഈ വിഷയത്തിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി ഞാൻ നേരെ അമേരിക്ക ചെന്നു. അങ്ങനെ റഷ്യക്കാരനായിട്ട് ഞാൻ ഒരു ചെറിയ വിപ്ലവം ഉണ്ടാക്കി. അപ്പൊ അതാണോ റഷ്യൻ വിപ്ലവം? റഷ്യൻ വിപ്ലവം എടാ, അങ്ങനെ വിപ്ലവം എന്ന് പറഞ്ഞാൽ കാരണമുണ്ട്. എന്താണെന്നറിയാ, ഈ മൊബൈൽ എടുത്ത് ചിന്നുമോള് ചെയ്തോണ്ടിരിക്കുമ്പോ ഇവന് ഒരു സംശയം, ഒരു പിണക്കവും ഈ മൊബൈൽ തട്ടിപ്പറിച്ച് കളയുക. ഇവനൊരു മൊബൈൽ നോക്കിയാൽ അത് സംശയം. ഞാൻ അങ്ങനെ നേരെ നമ്മുടെ അമേരിക്കൻ അന്ന് പഞ്ചായത്ത് മെമ്പർ, അന്ന് അമേരിക്കയിലെ പഞ്ചായത്ത് മെമ്പർ ഗോപകുമാറാണ്. അതെങ്ങനെ പഞ്ചായത്ത് മെമ്പർ ഗോപകുമാറാവുന്നത്? നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ 2 വോട്ടിന് അവനെ തോപ്പിക്കാം, അവിടെ ഇട്ട് തന്നെ ഞാൻ. എടാ പഞ്ചായത്ത് മെമ്പർ ഗോപകുമാറാണ്. ഗോപകുമാറിനെ കണ്ട് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോ നേരെ പറഞ്ഞു പ്രസിഡന്റിനെ കാണാൻ പറഞ്ഞു. അന്നത്തെ അമേരിക്കൻ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ ബിൽ ക്ലിന്റൺ ഞാൻ അങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലല്ലോ, അവിടുത്തെ പ്രസിഡന്റ് അല്ലേ, അമേരിക്കൻ പ്രസിഡന്റ് അല്ലേ? ഇങ്ങനെ ആദ്യം പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു, പിന്നെ വാർഡ് മെമ്പർ, അങ്ങനെ കൗൺസിലർ, അങ്ങനെ അല്ലേ പുള്ളി അമേരിക്കൻ പ്രസിഡന്റ് ആയത്. പിന്നെ എന്തോന്ന്. അപ്പൊ നമ്മൾ ഈ റഷ്യക്കാരന്റെ കാര്യം ഒരു മേശയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് ചർച്ച ചെയ്ത് അങ്ങ് തീർത്ത്. ഒരു വിഷയമില്ല. ആദ്യമായിട്ട് കേൾക്കണേ റഷ്യൻ നോണ. പിന്നെ മാമ പിന്നെ എന്തുവാ ഇപ്പൊ എന്തോ സംഭവം? അമ്മാവാത് തികച്ചു വിളിക്കുമല്ലോ. പിന്നെ എന്തോ വിളിക്കുന്നേ? ഇപ്പൊ റഷ്യക്കാരൻ വിളിക്കുന്നത് സ്റ്റുപ്പിഡ് ബാസ്റ്റഡ്, അങ്ങനെയുള്ള കാര്യങ്ങളെ വിളിക്കുള്ളൂ. പിന്നെ അതിലൊന്നും വേറെ വിഷയമില്ല. കാരണം നമ്മളെ മുഖത്ത് നോക്കി ഇംഗ്ലീഷ് ഇത്തരം കാര്യങ്ങൾ പറയാൻ ആരെങ്കിലും ഉണ്ടാകണം കുടുംബത്തിൽ? ആരുമല്ലോ. 10ാം ക്ലാസ് ജയിച്ച ഏതെങ്കിലും ഒരുത്തം ഉണ്ടാകണം. അതാണ് ഈ ബാസ്റ്റഡ് മാമ ഇപ്പൊ അമേരിക്ക പോകും. ഇതാരാ മനസ്സിലായില്ല? ഇതിന്റെ പെങ്ങളെ കെട്ടിയ രമയെ കെട്ടിയ എന്റെ അളിയൻ ബാലൻ. ഹായ് ബാലരമ. അല്ല എങ്ങനെ മക്കളൊക്കെ എങ്ങനെ ബാലരമ? ഒരു കൊച്ചുണ്ട്, പക്ഷെ പേരിട്ടില്ല മാമ. ലുട്ടാപ്പിന്നിട്ട് അതാകുമ്പോ ബാലരമയുടെ കുടുംബത്തിൽ നിന്ന് പുറത്തുനിന്ന് പോവുമല്ലോ മാമ. പിന്നെ സമയം ഒരുപാടായി മാമ, എന്റെ ഭാര്യ അകത്ത് കാത്തിരിക്കുകയാണ്. അതുമല്ല നാളെ തൊട്ട് വിരുന്നിന് പോകണം എനിക്ക്. വിരുന്നിന് 1-ാം തീയതി അന്ന് നീ വേറെ പോകണ്ട, വീട്ടിലേക്ക് വന്നേക്കണം കേട്ടോ. ഓയോ ഇനിയിപ്പോ മാമ അലമാരൊക്കെ കൊണ്ടുവന്ന് തിരികെ ഇപ്പൊ ഞാൻ അവിടെ വന്ന് ഈ പൈസ മുത്തി വിളിക്കുന്നത് ശരിയല്ല. ഇറച്ചിയൊന്നും വേണ്ട മാമ. അതിന് ആര് ഇറച്ചി വെക്കുന്നടാ? പിന്നെ വിരുന്നിന് വരുമ്പോ തരൂലേ? എടാ അന്ന് 1-ാം തീയതി അമ്പലത്തിൽ സമൂഹ സദ്യ ഉണ്ട്. നമുക്ക് 3 പേർക്കും കൂടെ വെജിറ്റബിൾ സമൂഹ സദ്യ കഴിക്കാന്ന്. അത് മാത്രമല്ല വൈകുന്നേരം പരപ്പിൽ കറമ്പന്റെ കാക്കാശിയാട കൊണ്ട് 3 പേർക്കും കാക്കാശിയാട കണ്ട് നമുക്ക് കറങ്ങി വരാടാ. ഒരുപാട് കഥകൾ പറയാനുണ്ടാ മോനെ. മാമ കവിത കവിത ഒന്ന് കളിച്ചു. ബാലരമ വരാമേ. കവിത കുട്ടിയേ ആരാ വന്നിരിക്കണു നോക്കൂ. ഇതാണ് എന്റെ മാമൻ. അയ്യോ എന്റെ കുട്ടിക്കാലത്ത് എന്തോരം എടുത്തോണ്ട് നടന്നിട്ടുണ്ടോ? കാണാൻ മോളെ. അയ്യോ എന്റെ പറഞ്ഞു ഉണ്ടായിരുന്നു നമ്മ കുറെ പറയാൻ വേണ്ടി. അലമാരക്കര കയ്യാൻ വിട്ടും. എന്റെ മാമൻ കൊണ്ടൊന്ന് അലമാരേണ്ട. ഇത്രയും സ്നേഹം കൊണ്ട് നീ അല്ലേ മാമൻ കൊള്ളത്തില്ലാന്ന് പറഞ്ഞത്? നീ എനിക്ക് തന്നത് വെറും ഒരു ചരിവം. എടാ നിന്റെ മാമൻ കൊണ്ടൊന്ന് അലമാര വീട്ടിൽ അകത്ത് വെച്ച് പൂട്ടിക്കഴിഞ്ഞാലേടാ ആരും കാണൂല. പക്ഷെ എന്റെ ചരുവം ഇവന്റെ ഭാര്യ എടുത്ത് വെള്ളം കോരിക്കൊണ്ട് പോകുമ്പോഴത്തേക്ക് 10 പേര് ചോദിക്കും, എന്തോന്ന് ഇത് ആരെ ചരുവം കൊള്ളാലോ എന്ന്. അവന്റെ ഒരു അഴിവിയ അലമാര. ത്തിന്റെ അംബാസിഡർ ഒരു കാര്യം മനസ്സിലായി, ഇത് നിസ്സാര അലമാരയാണ് നിങ്ങൾ വിചാരിക്കുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കല്ലായി പുഴയില് 16 കൊല്ലം വെള്ളത്തിനടി കിടന്ന തടിയ 46 മാപ്പിള കരാസികൾ കയറിന് വലിച്ചെടുത്ത് അവിടെ ഇട്ട് ഒറ്റത്തടി തീർത്ത അലമാര. ഇതറിയാവോ? ഇത് പഴങ്ങും തടിയാണ്. പഴങ്ങും തടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വീട്ടിൽ എവിടെ വേണോ ഉപയോഗിക്കാം. അങ്ങനത്തെ അലമാര ഇതറിയാവോ? കണ്ടാളിയാ കണ്ടാ. പിന്നെ നമുക്ക് അകത്തോട്ട് വെക്കാം. അല്ലെ ഒന്ന് സഹായിക്കളിയാ. പൊന്നെ ചുമ്മാരി മാമൻ പറഞ്ഞു കേട്ടാ. അകത്തോട്ട് പോണല്ലോ വാക്കല്ല ഒന്നുകൂടെ പിടിച്ചു നോക്കടാ. പോണില്ല മാമ, ഒന്നുകൂടെ തള്ളി നോക്കടാ. എടേ ആ കട്ടളപ്പടി അത് ഇറിവിപ്പോ ഇനി അങ്ങോട്ട് ഇങ്ങോട്ട് കയറില്ലെന്നത് ഞാൻ പറഞ്ഞ ചരിച്ചു കയറ്റെന്ന്. ഇവിടുന്ന് ലാസ്റ്റ് വണ്ടി എത്ര മണിക്കാണ്? 4:30. മാമ അതൊന്നും വേണ്ട, മാമനൊന്ന് സഹായിക്കുമോ? അയ്യോ അകത്തവിടെ നീങ്ങൂലെന്ന് ഞാൻ പറഞ്ഞില്ല, ജാമായിരിക്കുന്നു പറഞ്ഞില്ലേ. എടാ അപ്പൊ ഞാനേ ഇനി വന്നിട്ട് ഒരു കാര്യം പറയട്ടെ. അപ്പം രാവിലെ ആരെങ്കിലും വിളിച്ച് ഒരു നല്ല ഒരു മേശിനെ വിളിച്ച് അകത്തേക്ക് കയറ്റി ഈ അലമാര കാര്യങ്ങളെല്ലാം നടക്കട്ടെ. പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹാപ്പി മാരീഡ് ലൈഫ്. ഓക്കെ മക്കളെ, വേണു കാര്യങ്ങളെല്ലാം നടക്കട്ടെ. അലമാര രാവിലെ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് നല്ലൊരു ജീവിതം. ഓക്കെ, ഹാപ്പി മാരീഡ് ലൈഫ്. ആര് വഴിക്കണ തടിയെന്ന് പറഞ്ഞ
ഇത് വഴങ്ങും തടിയെന്നാണ് ഓരോരുത്തർ പറയുന്നല്ലേ, നമുക്കിത് വിശ്വസിക്കാൻ പറ്റും. ഓരോരുത്തർ പറയുന്നതല്ലേ മോനെ. എത്ര ദിവസം വെള്ളത്തിനടി കിടന്നു പറഞ്ഞ? വെള്ളത്തിന്റെ അടി കിടന്നതൊക്കെ ഒരുപാട് കൊല്ലം കിടന്നു. നമ്മളിപ്പോ 32 വർഷമായിട്ട് ഞാൻ പെണ്ണ് ഇറങ്ങി കിടന്നപ്പോ ഒരുത്തരും വന്നില്ല. എങ്ങനെയെങ്കിലും ഒരു പെണ്ണിനെ കെട്ടി ഇപ്പൊ ചതിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന അവനെ ഒരു അലമാരയെ കൊണ്ടിട്ട്. എനിക്കറിയാം, എന്റെ അമ്മ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഇവ കംസനാണ്. കഴിഞ്ഞ ജന്മത്തിൽ ഇവ കംസനായിരുന്നു. കംസനാ? ഓ, സ്വന്തം സഹോദരിയുടെ ഭർത്താവിനെ ജയിലിലടച്ചും അതിലൂടെ പിള്ളേരെ ദ്രോഹിക്കുകയും ചെയ്ത കംസനാവൻ. കംസന്റെ സ്വഭാവമുള്ള കംസൻ. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യോ യോവന്റെ പെണ്ണ്? ഈ കംസൻ എന്ന് പറഞ്ഞ ആരാണ്? ഞാൻ ഈ കല്യാണം കഴിച്ചവർ 2 വർഷമേ ആയുള്ളൂ. ഒട്ടുമിക്ക ബന്ധുക്കളൊക്കെ എനിക്കറിയാം. നമ്മളാ വളവിൽ താമസിക്കുന്ന കട്ടമീശക്കാരനാണ് കംസൻ. എന്റെ കൊച്ചക്കച്ചിര മാപ്പിള. ഈ സംഭവം അതല്ല. ഈ കംസോ എന്ന് പറയുന്നത് ഞാൻ ചോദിച്ചോണ്ടാണല്ലോ പുള്ളി അങ്ങനെ പറഞ്ഞേ. രാജ കംസമേ, അതിലെ കംസോണാ? അല്ല അല്ലേ? അല്ല, എന്റെ സംശയം ചോദിച്ചതാണ്. അതല്ലേ? അല്ലേ? അതല്ല പിന്നെ പാതിരാമഴയേതോ സംഗീതം പാടി. ഇനി ആ കംസോണ? അല്ല, ആ കംസം വരാൻ വഴിയില്ല. പിന്നെ അത് സംസം ഹോട്ടലിന്റെ ഓണർ കംസ. 19 വയസ്സുണ്ട് നിനക്ക്. ഒന്നുമല്ലെങ്കിൽ എന്റെ അമ്മയുടെ ആങ്ങളല്ലേടാ. നിനക്ക് വല്ല വിവരമുണ്ടോ? നിനക്ക് വല്ല ബോധമുണ്ടോ? നിനക്ക് വല്ല ബുദ്ധി ഉണ്ടാടാ? ഇതൊന്നുമില്ലെങ്കിൽ നല്ല കവക്കെട്ടുണ്ടാ. എനിക്ക് വയ്യ. ഞാനേ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് വിവരവും ബോധമുള്ള ആരെങ്കിലും വിളിച്ചൊന്ന് ഫോൺ ചെയ്ത് വിളിച്ചൊന്ന് കയ്യിൽ നമ്മുടെ ഒരു മേശരി ഉണ്ട്. നമ്മുടെ പാലോടം മേശരി ഉണ്ട്. അപ്പൊ മേശരി ഒന്ന് വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് അറിയാൻ പറ്റും. ഹലോ മേശരി. ഹലോ ഹലോ, ഞാന് കുട്ടനാണേ. പറകുട്ടാ. നമ്മുടെ വകയിലൊരു ചെക്കന്റെ കല്യാണമായിരുന്നു ഇന്നേ. അപ്പൊ ഇന്ന് അവന്റെ ആദ്യ രാത്രിയിലേക്ക് അവൻ കടക്കാൻ പോവുകയാണ്. അപ്പൊ എന്റെ ഒരു സമ്മാനം ഉണ്ടായിരുന്നു. അപ്പോ മേശരി ഫ്രീ ആണെങ്കിലേ ഇച്ചിരി ഉളിയും ചുറ്റിലും ആയിട്ട് ഇങ്ങോട്ടൊന്ന് വരാവോ? എങ്ങനെ? അല്ല, ആദ്യ രാത്രി ആയിരുന്നു എന്റെ ഒരു വകയിലൊരു ചെക്കന്റെ. അപ്പൊ മേശരി ഫ്രീ ആണെങ്കിൽ ഇച്ചിരി ഉളിയും ചുറ്റിലായിട്ട് ഇങ്ങോട്ടൊന്ന് വരാവോ? ഇച്ചിരി പോടാ പ്രാന്ത. ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ മനസ്സിലാക്കാത്ത നമ്മളെ. അമ്മ കവിത അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. അമ്മ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുക. ഞാനേ ഇതാ കണ്ണും കേട്ട് ഞാൻ മിണ്ടാ നിൽക്കുന്നത് എന്തുകൊണ്ടെന്ന് അറിയാമോ? എനിക്ക് ദേഷ്യം വന്നിരിക്കണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഈ ചെറുക്കൻ ഒരു അലമാര കൊണ്ടുകൊടുത്തിട്ട് എടാ, ദേഷ്യം വന്നപ്പോ നീ എങ്ങനെയാ പെണ്ണായത്? നിനക്ക് മറ്റൊരാൾ ചേരുന്നേട്ടോ, ശാന്ത സ്വരൂപം. അതാണ് നല്ലത്. പിന്നെ ദേഷ്യം വന്നപ്പോ നീ ഭയങ്കര പെണ്ണുങ്ങളെ സൗണ്ടും. നിങ്ങൾ ഇത് എന്തെങ്കിലും ചെയ്തൊന്ന് പുറത്തിറക്കാൻ പെണ്ണകത്തൊറ്റയ്ക്കേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യാം, ഇത് അങ്ങാട്ടിലെ കാണാതെ ഉള്ളു. ഓ, നമുക്ക് 3 പ്രസ് ചെയ്ത് ഇങ്ങോട്ട് വലിച്ചാലാ? എങ്ങനെ? ഇങ്ങോട്ട് വലിച്ചാലാ? അങ്ങനെ വരൂ? അങ്ങനെ എന്നാ നോക്ക്. പിടി പിടി പിടി, ഞാൻ ഫ്രണ്ടിരിക്കാം. പിടി 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 പിടി, നോക്ക് പിടി 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 പിടി. പിടിച്ചു മാറ്റാ. അപ്പൊ ഓക്കെ ഇല്ലടാ, ഇത് വേറെ വിഷയമൊന്നുമില്ല. അപ്പൊ ഹാപ്പി മാരീഡ് ലൈഫ്. പിന്നെ ഞായറാഴ്ച ഒരു അണ്ണാച്ചി വരും, 510 രൂപ വെച്ച് കൊടുക്കണം. ഈ അലമാരയുടെ പൈസ. അപ്പൊ ഈ മാപ്പിള കലാസികള്? എടാ, അത് അണ്ണാച്ചി പറഞ്ഞ കഥയല്ലേടാ, നമ്മക്കറിയോടാ. മാപ്പിള കലാസിയ അങ്ങനെ എന്തൊക്കെയോ. അപ്പൊ ഇത് അണ്ണാച്ചിന്റെ പൈസ ഞാൻ കൊടുക്കണോ? പിന്നെ കല്ലായി പുഴ അങ്ങനെ എന്തെല്ലാം കഥകളാ. ഇപ്പൊ മനസ്സിലായടാ, നിന്റെ അലമാരെ കാട്ടി വെറുതെ എന്റെ ചരുവം തന്നെ കേട്ടാ. ഓൾറൈറ്റ്, സോ ടീം ട്രിപ്പിൾ എസ് ഒരു അലമാര കൊണ്ട് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് അല്ലേ? നമുക്ക് നമ്മുടെ ജഡ്ജസിനടുത്ത് നേരെ ചോദിക്കാം. നസീർക്ക, സംഭവത്തിൻ്റെ ത്രെഡ് നല്ല ത്രെഡാണ്. പക്ഷെ അലമാര അകത്തോട്ട് കയറാത്തത് പോലെ സാധനം അങ്ങോട്ട് കറക്റ്റായിട്ട് കയറിയില്ല. നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടല്ലോ, തമാശയുടെ എലമെൻറ്റുകൾ തീരെ കുറവായിരുന്നു. നിങ്ങൾ നല്ല വൃത്തിയായിട്ട് 3 പേരുള്ളത് ചെയ്തു. ചിരിയുടെ ഒരു അംശം കുറവുണ്ട്. ഓക്കെ, അടുത്ത പ്രാവശ്യം നന്നാക്കണം, നന്നായി വരണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. അടുത്തതായിട്ട് പ്രസാദ് ഏട്ടാ. നസീർ പറഞ്ഞ പോലെ അലമാര കയറാത്ത പോലെ തന്നെ കോമഡിയും കയറിയില്ല. രണ്ടും നല്ല പ്രാസോപ്പിച്ചാണ് പറഞ്ഞത്. അതിനപ്പുറം വേറൊരു കൗണ്ടർ പറയാനില്ല. അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ ഗംഭീരമാക്കി വരിക കേട്ടോ. പെർഫോമൻസ് ഒക്കെ നന്നായിരുന്നു എല്ലാവരുടെയും. അതിനകത്ത് നമുക്ക് ഒന്നും പറയാനില്ല. നിങ്ങളുടെയൊക്കെ പെർഫോമൻസ് ഒരുപാട് കണ്ടിട്ടുള്ളതാണ്, എല്ലാവർക്കും അറിയാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു പ്രസാദ് ഏട്ടാ. ഓവർ ടു യു ഷാജു ചേട്ടാ. ഞാൻ നിങ്ങളുടെ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുള്ള കോമഡികൾ നിങ്ങളുടെയാണ്. ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് പെർഫോം ചെയ്യുന്ന, അതുകൊണ്ട് തന്നെ ഞാൻ ഓൾറെഡി നേരത്തെ തന്നെ ചിരി സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ടായിരിക്കാം അത്രത്തോളം വന്നില്ല. അതിൻ്റെ കൗണ്ടർ നമുക്ക് ഒരു തമാശ ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഒരു കൗണ്ടർ സ്റ്റേജിൽ ഏൽപ്പിക്കുക എന്നുള്ള ഓരോ മ്യൂക്രി കലാകാരന് ഏറ്റവും വലിയ ടാസ്ക്കാണ്.
അപ്പോൾ ആ ടാസ്ക് മറികടക്കുന്ന ചില ദിവസങ്ങൾ ഒരുപാടായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, ചില ദിവസങ്ങളിൽ ചിലപ്പോൾ അത്രത്തോളം ആവില്ല. പക്ഷെ എന്തുകൊണ്ടും എന്നും നിങ്ങളുടെ വലിയ ഫാനാണ് ഞാൻ, അത്രയും ഞാൻ പറയുന്നുള്ളൂ. എന്നാലും നന്നായി ഗംഭീരമായി ഇനിയുള്ള എപ്പിസോഡുകളിലെല്ലാം നന്നായി പെർഫോം ചെയ്യാൻ പറ്റട്ടെ. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഷാജു ചേട്ടാ. ഇറ്റ്സ് ഓക്കെ, ചില ദിവസങ്ങൾ അങ്ങനെ ആയിരിക്കും. എന്തായാലും നിങ്ങളുടെ ടാലൻറ്റ് ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. നമുക്ക് ജഡ്ജസിൻ്റെ അടുത്ത് മാർക്സ് ചോദിക്കാം. സ്റ്റാർട്ടിങ് ഓഫ് വിത്ത് നസിറിക്ക. ഞാനൊരു 8000 രൂപ. ഓക്കെ, അടുത്തത് പ്രസാദ് ചേട്ടാ. സെയിം 8000 തന്നെ. 8000, സോ 16000 രൂപയാണ് ടോട്ടൽ. ഷാജു ചേട്ടാ. ഞാനിപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ തരണ്ടേ? ഇങ്ങോട്ട് നോക്കിക്കോളൂ. 25,000 രൂപയാണ് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനിയും ഈ വേദി നിങ്ങളുടെ മുന്നിൽ ഓപ്പൺ ആണ്. നമുക്ക് സിൽവർ പഞ്ച്, ഗോൾഡൻ പഞ്ച് ഒക്കെ അടിക്കണം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്തതായി ഐറ്റം വേറെയുടെ വേദിയിൽ ചിരി പടർത്താനായി വരുന്നത് നമ്മുടെ സ്വന്തം ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ് ആണ്. നമുക്ക് സ്വാഗതം ചെയ്യാം സൈന്ധവ്, ദേവലക്ഷ്മി ആൻഡ് അനന്യ. എന്റെ അമ്മച്ചിയെ, അയ്യോ എന്റെ അമ്മച്ചി ഇപ്പൊ മൂക്കും കുത്തി അടിച്ച് ഫ്രണ്ടിൽ വീണാനെ. ഈശ്വര, രാവിലെ തന്നെ അങ്ങ് വീഴ്ചയാണല്ലോ, എന്തോ ചെയ്യാനാന്ന് പറ. ഹലോ ചേട്ടാ, ഞാനാ ബിന്ദു. പല ബന്ധവും കേട്ടിട്ടുണ്ട്, ഫോണിൽ കൂടെ വിളിച്ച് ബന്ധുവാന്ന് പറയുന്ന ആദ്യമായിട്ട് കേൾക്കുക. ബന്ധു നല്ല മനുഷ്യ, ഞാൻ നിങ്ങളുടെ ഭാര്യ ബിന്ദു. എടി, ഇതാണ് നമ്പര്. ഈ നമ്മളെ അപ്പുറത്തെ വീട്ടിലെ സുഭാഷിന്റെ നമ്പരാ. എടി, നീ എന്താ നിന്റെ നമ്പറിൽ നിന്ന് വിളിക്കാഞ്ഞത്? അത് ഫോൺ കട്ടായി പോയി. അതെങ്ങനെ കട്ടാവും? ഇന്നലെ അല്ലേ നിനക്ക് റീചാർജ് ചെയ്ത് തന്നത്. സംഭവം എന്ന് വെച്ചാ, ഞാൻ മീൻ വെട്ടിക്കൊണ്ടിരുന്നപ്പോ ഫോൺ വന്നായിരുന്നേ. എന്നാലും അങ്ങനെ അടി ഫോൺ കട്ടായി പോന്നേ. മീനിന്റെ അടുത്ത് ചെവിയിലും വെച്ച് ഫോണിനടുത്ത് കട്ടും ചെയ്ത് അങ്ങനെ 2 കഷ്ണമായി. അല്ല, നീ വിളിച്ച കാര്യം എന്തിനെന്ന് പറ. ആ പലിശക്കാരൻ രഘു വന്നായിരുന്നു. എന്നിട്ട് എന്തിനു പറഞ്ഞു? ഇന്നും കൂടി പൈസ കൊടുത്തില്ലെങ്കിൽ അമ്മയെ നമ്മളെ വീട്ടിൽ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞേക്കണം. എടി, ഞാൻ കടം മേടിച്ചാൽ അവനെന്നാത്തിനാണ് അവന്റെ അമ്മയെ നമ്മളെ വീട്ടിൽ കൊണ്ടുവിടുന്നേ? അയ്യോ, അവന്റെ അമ്മയല്ല, എന്റെ അമ്മയെ നമ്മളെ വീട്ടിൽ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞേക്കണേ. അപ്പൊ അവനറിയാം എവിടെ തൊട്ടാ ഞാൻ പൊളിയുമെന്ന്. നിങ്ങളൊരു കാര്യം ചെയ്, നിങ്ങളെ മുതലാളി എടുത്തേ ഭാര്യക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പൈസ വേണമെന്നും പറഞ്ഞ് കുറച്ച് ചോദിച്ചു നോക്ക്. എടി, വിവരക്കേട് വിളിച്ചു പറയാതെ. നിനക്കറിയാലോ മുതലാളി സ്വഭാവം. മുതലാളി ഒന്നാമതെ കല്യാണം കഴിക്കാത്തതുകൊണ്ട് പുള്ളിക്കാരന്റെ ജോലിക്കാർ ആരും കല്യാണം കഴിച്ചു പോലെ ഞങ്ങളോട് പറഞ്ഞേക്കുന്നേ. അതുകൊണ്ട് ഞാൻ കല്യാണം കഴിച്ചാന്ന് പറഞ്ഞാ എന്നെ അപ്പ ഇവിടുന്ന് പറഞ്ഞു വിടും. മനസ്സിലായോ? മനസ്സിലായി. ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞു മേടിക്കും? എന്തായാലും എത്ര രൂപയാ? 25,000 രൂപ. 25,000 രൂപയെ ഒപ്പിക്കാനടി? കുഴപ്പമില്ല, മുതലാളിയോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒപ്പിക്കാം. വെക്ക് മുതലാളി വരുന്നേ. ആ ശരി ശരി. മുതലാളി, എന്തായി? മുതലാളി, പെണ്ണ് കാണാൻ പോയിട്ട് എന്തിനായെന്ന്? That attempts collapse and get into the basket. എന്ന് വെച്ചാ അതും പൊളിഞ്ഞു കൊട്ടേ കയറിയത്. എന്റെ മുതലാളിയുടെ കല്യാണം മാത്രം എന്ത് നടക്കാത്തത്? ചൊവ്വാദോഷം ഒന്നടേ എല്ലാരും പറയണത്. ആ സഹദേവൻ ജോത്സനെ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ ജോത്സനെ. വിശ്വംഭര, പറയൂ ജോത്സനെ. എന്തരായി? കിഴങ്ങായി. അത് നേരത്തെ ആണല്ല. എന്റെ വാക്കാത്തിരിക്കണം, ഒന്നും കേക്കില്ല ഏട്ടല്ലേ. ഈ പെണ്ണാണല്ലോ മുടങ്ങിയെന്ന്. വിശ്വംഭര, നിന്റെ വീട്ടിലേക്ക് ഒരു പെണ്ണ് വരാൻ ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്ത് മാർഗം? അവിട്ടം നക്ഷത്ര ജാത്യേ ദർശനം ശുഭ ശീഘ്രം മംഗല്യം. എന്ത് മനസ്സിലായി? നുണയാണെന്ന് മനസ്സിലായി. താങ്ക് യു. കണ്ട കുളുവൊക്കെ അടിച്ചു വിടാതെ കാര്യം ഒന്ന് പറ. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച ഒരു കന്യകയെ കണി കണ്ടുകൊണ്ട് പെണ്ണ് കാണാൻ പോയാൽ നീ വിചാരിക്കുന്ന കാര്യം നടക്കും. അത് സുച്ചിട്ടാ അല്ല വെച്ചട്ടാ. ഞാൻ വെക്കട്ടാ. എന്തോടെ പൊക്കോട്ടാ. ശരി ജോത്സൻ, ഞാൻ പറഞ്ഞ പോലെ ചെയ്തോളാം. ഇല്ല, മലയാളികൾ ജോത്സ്യൻ എന്തിനു പറഞ്ഞു? അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചൊരു കന്യകയെ കണി കണ്ടോണ്ട് പോയാ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുമെന്നാണ് ജോത്സ്യം പറഞ്ഞത്. അവിട്ടം നക്ഷത്രമല്ലേ? അത് പറഞ്ഞ ആരെങ്കിലും വരുവോ? വെറുതെ വെറുതെ പൈസയൊക്കെ കൊടുക്ക. എത്ര പൈസ എന്ന് പറയുമ്പോ എത്ര? ഒരു 25,000. എത്ര? 25,000. എത്ര വിട്ടം വേണം? ഒരവിട്ടം. മുതലാളി 25,000 രൂപ കൊടുക്കുമല്ലോ? കൊടുക്കും. അവിട്ടം നക്ഷത്രത്തിൽ പറഞ്ഞ ഒരു കന്യകയെ കിട്ടിയാ പോരെ? മതി. എന്റെ കയ്യിൽ ആളുണ്ട്. ആളുണ്ടാ? ഉണ്ട്. മുതലാളി അതോർത്ത് ടെൻഷൻ ഒന്നും അടിക്കണ്ട. മുതലാളി ടൂറിസ്റ്റ് എടുത്തു. ശരിയടാ. അപ്പൊ ഇനി എന്റെ ജോലി അവിട്ട നക്ഷത്രക്കാരിയെ കണ്ടുപിടിക്കണം.
समस्त जगतां मधुकैटभारे वक्षो विहारिणि मनोहर दिव्यमूर्ते श्रीस्वामि निश्रित जनप्रियदान. നിങ്ങൾ എന്തിനാണ് എന്നെ രാവിലെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എന്നെ ചേട്ടാ കൂട്ടാനൊന്നും വിളിക്കരുത്. പിന്നെ നിങ്ങൾ എന്റെ ഭർത്താവല്ലേ? ഞാൻ പറഞ്ഞാണ്. നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. ഞാൻ നിങ്ങളുടെ അടുത്ത് അന്നേ പറഞ്ഞാണ് നിങ്ങളെ മുതലാളിയുടെ കയ്യിൽ നിന്ന് 50,000 രൂപ അഡ്വാൻസ് വാങ്ങിച്ചു വെക്കണോ. 50,000 രൂപ കഴിഞ്ഞ മാസം 50,000 രൂപ മേടിച്ചിട്ടല്ലോ നിന്റെ അനിയത്തിയുടെ കല്യാണം നടത്തിയത്. അച്ഛനോട് പോയി ചോദിച്ചു. അയ്യോ, അപ്പൊ അതൊന്നും അറിഞ്ഞില്ലേ? അച്ഛൻ തീറ്റ എടുത്ത് ആശുപത്രി കിടക്കുവാ. അച്ഛനെ പട്ടി അടിച്ച്. പിന്നെ പട്ടിയുടെ തീറ്റ എടുത്താ പട്ടി കടിക്കൂലേ? പട്ടിയുടെ തീറ്റ എടുത്തെന്നല്ല ഞാൻ പറഞ്ഞ. അച്ഛനെ പട്ടി കടിച്ചോണ്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി ആശുപത്രി കിടക്കണമെന്ന്. നിന്റെ അച്ഛനാണെങ്കിൽ പട്ടി കടിച്ചായിരിക്കൂല, ഉറയും കിടന്ന പട്ടിയുടെ വാവലിച്ച് കീറി കാലുകൊണ്ട് വെച്ചു കൊടുത്തായിരിക്കും. അല്ല, നിങ്ങൾ രാവിലെ ഇങ്ങോട്ട് കൊണ്ടുവന്ന എന്തിന്? നിന്റെ നാളേതാ? അവിട്ടം തവിട്ടിലും തേടുമെന്നല്ലേ? അതപ്പം ഇപ്പം നീ ഞാൻ പറയുന്ന കൂടി കേട്ടാ മതി. നീ ഒന്നും ചെയ്യണ്ട. നീ കണ്ട മുതലാളി ഇങ്ങനെ കണ്ണ് തുറക്കാൻ, കണി കാണാൻ നീ ഇങ്ങനെ വരുമ്പോൾ നീ ഇങ്ങനെ നിന്നാ മതി. നിന്നെ മുതലാളിക്ക് കണി കാണണം. മനസ്സിലായോ? മനസ്സിലായി. പിന്നെ ഞാൻ പറയാതെ ഇടത്തോട്ടോ വലത്തോട്ടോ നീ അനക്കരുത്. എന്തോ മനസ്സിലായോ? ഞാൻ പോയി മുതലാളിയെ വിളിച്ചിട്ട് വാ. മുതലാളി, അവിട്ടം നക്ഷത്രത്തിൽ പറഞ്ഞ കന്യക റെഡി. പോട്ടെ പോട്ടെ, ഇങ്ങോട്ട് പോരട്ടെ, നേരെ പോട്ടെ. വീഴല്ലേ? അല്ല വീഴത്താ. ബാബാ റെഡി അല്ലേ? കണ്ണൂറക്കട്ടാ? കണ്ണൂർന്നോ? ഓക്കേ. മുതലാളി ഇന്ന് പെണ്ണ് കാണാൻ പോകുന്നില്ലേ? ഇന്നത്തെ പെണ്ണ് കാണല് ക്യാൻസൽ. അത് മുതലാളി വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിനെ നാട്ടിൽ തെണ്ടി നടപ്പോ. എന്നെ അങ്ങനെ സ്വർണ്ണം വിളിക്കണ്ട. സ്വർണ്ണം ഞാൻ അന്വേഷിച്ച് നടന്നാൽ എന്റെ സങ്കല്പത്തിനൊത്തൊരു പെണ്ണിനെ എനിക്ക് കിട്ടി. കല്യാണം ഞാൻ എന്ത് വില കൊടുത്താലും നടത്തി തരും. മുതലാളി നടത്തി തന്നിരിക്കും. പെണ്ണെവിടെ? തോന്നിക്കും. എവിടെ? ജയ മാധവ വിഷ്ണു. മുതലാളി, ഈ പെണ്ണിനെ കുറിച്ചാണോ പറഞ്ഞത്? എടാ, എനിക്ക് ആ പെണ്ണിനെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയടാ. ഈ പെണ്ണാണോ? മുതലാളി ഊരും പേരും അറിയാത്ത പെണ്ണിനെ വേണോ മുതലാളിക്ക് കെട്ടാൻ? മാത്രമല്ലേ ഇതിനെയൊക്കെ വിശ്വസിക്കാൻ കൊള്ളാവോ? നിന്നെ വിശ്വസിക്കാൻ കൊള്ളാവെന്ന് അറിഞ്ഞിട്ടാണ് നിന്നെ ഇത്രയും കാലം ഞാൻ കൂടെ കൂട്ടിയത്. അപ്പം ഈ പെണ്ണിനെയും വിശ്വസിക്കാൻ പറ്റി. ഈ പെണ്ണിന് മാരകമായ ഒരു അസുഖമുണ്ട്. എന്തോന്ന്? ചുമ. പോടാ പോടാ. എന്തൊക്കെയായാലും ശരി, ഞാൻ ഈ പെങ്കൊച്ചിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ. അല്ല വേണ്ട, ഞാൻ പറഞ്ഞോളാം. ഞാൻ ചോദിച്ചോളാം. ആറങ്ങോട്ടെ. കുട്ടിയുടെ പേരെങ്ങനെയായിരുന്നു? ബിന്ദു. എടാ ജന്തു, ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചില്ല, ഞാൻ ഈ ബിന്ദുവിന്റെ അടുത്താണ് ചോദിച്ചത്. ബിന്ദുവിന്റെ സ്ഥലം എവിടെയായിരുന്നു? ആറ്റിങ്ങൽ. ഇങ്ങോട്ടാ. എടാ, നിനക്ക് മാസത്തിനാണോ ദിവസത്തിനാണോ ശമ്പളം? എന്ത് ഇവക്ക് ഇങ്ങനെ സ്പോട്ട് അപ്പ് ചെയ്യാൻ? മിണ്ടാണ്ടിരുന്നോ കേട്ടോ, എനിക്കറിയാൻ ചോദിക്കാൻ. കുട്ടിയിരിക്കോ? അയ്യോ, സാരി എടുത്തോണ്ട് കുത്തിയൊന്നും ഇരിക്കാൻ പറ്റൂല. കുത്തിയിരിക്കാനല്ല, കുട്ടിയിരിക്കാൻ. ആട്ടെ, കുട്ടിക്ക് എന്താ കുടിക്കാൻ വേണ്ടത്? ചിലര് പഴം കഞ്ഞി വെള്ളം കൊടുക്കുമായിരുന്നു. പിന്നെ നമ്മൾ വളർത്തിയപ്പോ കാടിയും പഴത്തൊലിയാണ് കൊടുത്തോണ്ടിരുന്നത്. എന്തോന്ന്? ആട്ടുകുട്ടിക്ക് എന്താ കുടിക്കാൻ കൊടുക്കുന്നതെന്ന് ചോദിച്ചു. എന്റെ ബന്ധുവാടാ ഇത്. പണ്ട് അങ്ങനെ ചോദിച്ചേ. അതേ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വരുന്നു. എന്റെ പൊന്നുകുട്ടി, ഞാൻ അതല്ല പറഞ്ഞത്. ആട്ടെ, കുട്ടിക്ക് എന്താ കുടിക്കാൻ വേണ്ടേന്ന്? ചായയോ കാപ്പിയോ? എനിക്ക് ചാപ്പി മതി. എനിക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ട് ഞാനിത് ഫിക്സ് ചെയ്ത്. വായം പറഞ്ഞോണ്ടിരിക്കാ, പോയി 2 ഗ്ലാസ് ചായ എടുത്തോണ്ടോടാ. ഞാൻ പോയി എടുത്തോണ്ട് വരാം. അജോ, ഒറ്റ സെക്കൻഡ് കേട്ടോ, ഒരു കോള് വരുന്നു. ഹലോ, പറഞ്ഞോ. കേക്കുന്നുണ്ട്. ചേട്ടാ, എന്താടി? ചായയിൽ കുറച്ച് മധുരം മതിയേ. വേണമെങ്കിൽ നൂഡിൽസും കൂടി എടുത്തോ. അല്ലെങ്കിൽ ചായ വേണ്ട, ബൂസ്റ്റ് മതി. അല്ല, കട്ടിക്ക് അങ്ങ് ഉണ്ടാക്കണേ. അവസരം മുതലാക്കുവാണല്ലേ അവസരവാദി. നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. നിങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചു വിടും, പിന്നെ നമ്മൾ പട്ടിണിയാവോന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിന് പുറപ്പെട്ടത്. എനിക്ക് പറ്റൂല അങ്ങനെ ഒരു ഒലിപ്പീര്. ഞാൻ തിരിച്ചു വീട്ടിൽ പോകും. നീ പോലെ കുറച്ചെടുത്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ട പൊന്നല്ലേ. തൊണ്ട വരുന്നു.
ഓക്കെ 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 ഞാൻ പറഞ്ഞോളാം മരയൊക്കെ കൊണ്ട് അപ്പോഴപ്പോഴായിട്ട് വിളിച്ച് ശല്യം ചെയ്യും. ആ കുട്ടി ഇതാ എന്താ ഇത്? പൂവട. അല്ല ഈ കല്യാണ പെണ്ണുങ്ങൾക്കൊക്കെ കൊടുക്കണ ഒരു സാധനം ഉണ്ടല്ലോ. എന്റെ അമ്മ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകൊച്ചിന് കൊടുക്കണോന്ന് പറഞ്ഞ് തന്നിട്ട് പോയതാ. എടുത്തോ. ഇതിപ്പം വേണോ? വേണം കുട്ടി, ഇപ്പൊ തന്നെ ഇത് വെക്കണം. കുട്ടി കയ്യിൽ ഈ മോതിരം ഒന്നും ഇടത്തില്ല? അതിനെന്തെങ്കിലും വേണ്ടേ? കുട്ടിയുടെ കൈ ഇങ്ങോട്ട് എടുക്കും, ഞാൻ വെച്ചേരാം. അതിപ്പം തന്നെ വേണോ? ഇപ്പം തന്നെ വേണോ? ഇപ്പം വേണ്ട. വേണോന്ന് പറഞ്ഞില്ലേ? എന്താടാ പിന്നെ നിങ്ങൾക്ക് ചായ കൂട്ടണ്ടേ? മിനിറ്റിന് ഓ അമ്മാറങ്ങോട്ട്. ഇന്ന് മുതൽ ഇവളെ എന്റെ ജീവിത പങ്കാളിയായിട്ടും ചെലവിന് ഞാൻ തന്നെ കൊടുക്കും. ചെലവിന് കൊടുക്കണം അവക്ക് ഇനി മുതല്. ഓ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. എന്തോ? എവക്ക് മാത്രമല്ല 3 പേർ കൂടെ ചെലവിന് കൊടുക്കണം. മനസ്സിലായില്ലേ? ഇല്ല. എവളുടെ ഭർത്താവിനും 2 മക്കൾക്കും, അതായത് ഞാനും എന്റെ 2 പിള്ളേരും. മുതലാളി എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ഇത് ഞാൻ കെട്ടിയ എന്റെ പെണ്ണുപിള്ളയാ. ഞാൻ ഇവിടെ കൊണ്ടുവന്നേ. ആണോ? ആണ് മുതലാളി, എനിക്ക് പിടിച്ചിരുത്താൻ പറ്റത്തില്ല. ഇതെന്റെ ഭർത്താവാ. പിന്നെ 25,000 രൂപ കിട്ടുമെന്ന് പറഞ്ഞോണ്ടാ ഞാൻ ഇവിടെ വന്ന് ഇത്ര നാടകം കളിച്ചത്. അല്ല മുതലാളി എന്താ നെട്ടാത്തെ? എടാ കല്യാണം കഴിച്ച പെണ്ണുങ്ങളെയും കല്യാണം കഴിക്കാത്ത പെണ്ണുങ്ങളെയൊക്കെ തിരിച്ചറിയാനുള്ള കഴിവൊക്കെ എനിക്കുണ്ട്. എടാ ബെൻസേ, 36 കൊല്ലമായടാ ഞാൻ ഈ പെണ്ണ് കാണാൻ തുടങ്ങിയിട്ട്. ഇതിനിടെ പലരും എന്നെ ഓച്ചറ കാളേന്ന് വിളിച്ചിട്ടുണ്ട്, മുതുക്ക് മുറ്റടിച്ചവനേന്ന് വിളിച്ചിട്ടുണ്ട്. അതിലൊന്നും എനിക്കൊരു റിഗ്രറ്റും ഇല്ലടാ. നീ ആരെയാടാ ഈ പറ്റിക്കുന്നേ? ഞാനിവിടെ വന്നിട്ടുണ്ട്, ഞാനിവിടെ പെണ്ണ് കണ്ടിട്ടുണ്ട്. എനിക്ക് എവിടെന്നെങ്കിലും ഒരു പെണ്ണ് സെറ്റാവും. കാരണം ഇത് എന്റെ കഥയാണ്. അതിനിടയ്ക്ക് ഇമ്മാരി ഊള പരിപാടി ആയിട്ട് വന്നാണ്ടല്ലേ. അപ്പൊ മുതലാളി പെണ്ണ് കാണലു തൂട്ടാരി. സൈന്ദം, അനന്യ, ദേവിലക്ഷ്മി അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു കേട്ടോ. ഷാജേട്ടാ, ഞാനിവിടെ ആദ്യം വന്നപ്പോഴേ സത്യത്തിൽ ഞാൻ ഓർത്തത് ദേവിലക്ഷ്മി ശരിക്കും ഒരു ആൺകുട്ടിയാണ്. എന്നാ രാജഗുരുവായിട്ട് വന്നില്ലേ? കുറച്ചു മുമ്പാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ മെയിൽ ക്യാരക്ടർ ചെയ്യുന്നത് ഒരു കിടിലം പെൺകുട്ടിയാണെന്ന്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ജഡ്ജസിനോട് ചോദിച്ചു തുടങ്ങാം. ഫസ്റ്റ് ടൈം അല്ലേ നമ്മുടെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസിന്റെ പെർഫോമൻസ് ഷാജേട്ടൻ നേരിട്ട് കാണുന്നത്? എന്താണ് ആ ഇമ്പാക്ട്? കുട്ടികൾ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് ഭയങ്കര കൗതുകമായിരിക്കും പൊതുവെ. ഇപ്പം ഈ പറയുന്ന വിശേഷം ഞാനിപ്പോൾ പെൺകുട്ടിയാണെന്ന് ഞാനിപ്പോഴും അറിയണം കേട്ടോ. ബോഡി ലാംഗ്വേജ് എല്ലാം ആമ്പിള്ളേരുടെ കറക്റ്റായിട്ട് നടക്കുന്നതൊക്കെ ഒരു കൊച്ചു KPU പറഞ്ഞ പോലെ തോന്നിയില്ലേ? എനിക്ക് ആ ഫസ്റ്റ് നടന്നു വരുന്നില്ലേ, ഉഗ്രൻ സോങ് ആയിരുന്നു നഷ്ടസ്വർഗങ്ങളെ. അതൊക്കെ ഇട്ടുകൊണ്ട് വന്ന് പിന്നെ അവർ ചെയ്യുമ്പോഴെപ്പോഴും നമുക്കൊരു ഇഷ്ടമുണ്ട് അവരോട്. അപ്പോൾ നമ്മൾ ചിരിക്കാൻ വേണ്ടി നമ്മൾ ആക്ച്വലി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അവർക്ക് കൊടുത്ത ജോലി അവർ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. എങ്കിലും ഈ പറയുന്ന രീതിയിൽ വലിയ കുഴപ്പമില്ലാതെ അവരൊന്ന് കവർ ചെയ്തു, എല്ലാ ഏരിയയും കവർ ചെയ്തു. എന്തായാലും നന്നായിരുന്നു കേട്ടോ മക്കളെ, നന്നായിരുന്നു. 3 പേരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. പിന്നെ ഈ പറയുന്ന രീതിയിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, താങ്ക് യു ചേട്ടാ. നസീറിക്ക? അല്ല, അങ്ങനെ കുഴപ്പമില്ലെന്ന് പറയാൻ പറ്റൂല. മറ്റേ 3 ലക്ഷത്തിനകത്ത് ഉള്ള പാർട്ടികൾ അവര് ഡയമണ്ട് പഞ്ച് ആൾക്കാരാണ്. അതുകൂടാതെ ഒരുപാട് സിൽവർ അടിച്ചിട്ടുള്ള ടീമുകളൊക്കെയാണ്. അത് ശരി. പക്ഷെ ഇന്നത്തത് എൻ്റെ ഒരു നോട്ടത്തില് എവിടെയൊക്കെ ഇച്ചിരി ലാഗ് ഫീൽ ചെയ്തു, ഇഴച്ചിലായിട്ട് ഫീൽ ചെയ്തു ഇല്ലേ ദേവലക്ഷ്മി? കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ലാഗ് ഫീൽ ചെയ്തു. മറവിയൊന്നും വലുതായിട്ട് അങ്ങനെ സംഭവിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. 1-2 ഭാഗത്ത് മാത്രം ചെറിയ മറവി. തന്നെയല്ല, കൗണ്ടറുകൾ റെയറായിട്ടുള്ള കൗണ്ടറുകളേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഉള്ളതെല്ലാം നല്ല പഞ്ചുമായിരുന്നു കേട്ടോ. ആ പറഞ്ഞ ഉള്ള കൗണ്ടറുകളൊക്കെ നല്ല പഞ്ചായിരുന്നു. എന്താ ദേവിലക്ഷ്മിയുടെ മുഖത്ത് മൊത്തത്തിലൊരു മ്ലാനത, മീശ മുഖത്തിരിക്കുന്നോണ്ടാണോ? ഒരു സങ്കടഭാവമാണ്. സങ്കടഭാവം. ഒരു കുഴപ്പമുണ്ട്. എന്നാ പറ്റി? മീശ മുഖത്തിരിക്കുന്നോണ്ട് ചെറിയൊരു ചൊറിച്ചില്. അതിൻ്റെയൊക്കെയാണ് മൊത്തത്തിൽ ഒരു ഇഴച്ചിൽ ഫീൽ ചെയ്തു കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ നല്ല മക്കളല്ലേ, നിങ്ങൾ നല്ലവണ്ണം ചെയ്യുന്നവരാണ്. അപ്പോൾ എന്തായാലും അടുത്ത പ്രാവശ്യം ഇതൊന്നും പോരാ, നമുക്ക് കുറച്ചുകൂടെ ചിരിക്കാനുള്ള സംഭവങ്ങൾ തരണമെന്ന് അങ്കിൾമാരോട് പറഞ്ഞ് നല്ലവണ്ണം റിഹേഴ്സലൊക്കെ ചെയ്ത് എല്ലാം മിടുക്കരായിട്ട് വരണം കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഗംഭീര കലാകാരന്മാരും കലാകാരികളുമാണ് അവര്. അതിനെപ്പറ്റി നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പിന്നെ അതുപോലെ തന്നെ കുറച്ച് നല്ല കൗണ്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു. കാരണം മാരകമായ ഒരു അസുഖം, ചുമ, പെട്ടെന്ന് കിട്ടാതെ കള്ളം പറയുന്നതും, അങ്ങനെ കുറേ ചെറിയ ചെറിയ കൗണ്ടേഴ്സ് കുറേ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനകത്ത്. പ്രത്യേകിച്ച് കൗണ്ടേഴ്സ് എടുത്ത് പറഞ്ഞില്ല. പിന്നെ എപ്പോഴും നമുക്ക് ഏത് സംഭവമാണെങ്കിലും, ഒരു വീടിൻ്റെ ആണെങ്കിലും കാറിൻ്റെ ആണെങ്കിലും മിനിയേച്ചർ കാണുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു കൗതുകമാണ്. കുട്ടികളെ, നമ്മൾ കൊച്ചു കുട്ടികളെ കാണുമ്പോൾ അതിന് വരുന്ന ഒരു ചിരി എന്ന് പറഞ്ഞാൽ അത് കൗതുകം കൊണ്ടുള്ള ചിരിയാണ്.
ആ കൗതുകം ഇവർ അവതരിപ്പിച്ചപ്പോഴും നമുക്ക് കിട്ടിയ അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ അവതരിപ്പിക്കുമ്പോഴുള്ള ഒരു പ്രത്യേക കൗതുകവും ഒരു പ്രത്യേക ചിരിയും നമ്മുടെ ഉണ്ടായി. പിന്നെ അവരുടെ പെർഫോമൻസിനെ പറ്റി ഒന്നും പറയേണ്ട കാര്യമില്ല, നന്നായിട്ട് പെർഫോം ചെയ്തു. സാധാരണ ഇവർ ചെയ്യുന്ന മുമ്പത്തെ ഐറ്റംസിൻ്റെ അത്രയും പവറായില്ല എന്ന് നസീർ പറഞ്ഞോട് ഞാൻ യോജിക്കുന്നു. അടുത്ത വർഷം കുറേയും കൂടെ പഞ്ചിൽ അവതരിപ്പിച്ചാൽ മതി കേട്ടോ. എല്ലാവരും നന്നായിട്ടുണ്ട്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ജഡ്ജസ്. നമുക്കിനി എന്തായാലും നിങ്ങളുടെ ഇന്നത്തെ സ്കോറിലേക്ക് പോകാം. പ്രസാദേട്ടൻ തന്നെ തുടങ്ങിക്കോളൂ. ഞാനൊരു 6,000 റുപ്പീസ് തുടങ്ങാം. 6,000. Okay. ഓക്കെ. ഷാജേട്ടാ 8,000 ആവാം. ഓക്കെ. 8,000. ഓക്കെ. 6 + 8 14. 14,000 ആയിട്ടുണ്ട് ഇപ്പൊ. കറക്റ്റ് അല്ല നസറിക? പിന്നെ അതുപോലെ അതുകൊണ്ടൊക്കെ നിർത്താം. അല്ലല്ല, നിർത്താൻ പാടില്ല. പറയടാ. നിർത്തല്ലേ. അപ്പൊ എന്താ ബാക്കി? സ്കൂളൊക്കെ തുറക്കാൻ പോവല്ലേ? കിടക്കുന്നു. 20,000. കുഴപ്പമില്ല, നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത തവണ ഉഷാറാക്കിയിട്ട് വരിക. നിങ്ങൾ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസിന്റെ പേര് തിരിച്ചു കൊണ്ടുവരിക. ഓക്കെ. അപ്പൊ നല്ല ഗംഭീരമായി ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞു. നമുക്ക് പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. നമ്മുടെ കാര്യക്കാർ ജഡ്ജസ്, താങ്ക് യു സോ മച്ച് കറക്ഷൻസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്തതിൽ. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. Till then, this is me, Meenakshi Sudhir, signing off from Flowers Comedy. ഇത് ഐറ്റം വേറെ. തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം.